പ്രവേശിക്കുകയാണ്. ഈ പുതിയ വർഷം കഴിഞ്ഞതിന് ശേഷം ഈ 7 മാസവും ദൈവം നമ്മളെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു. ആവശ്യമായ എല്ലാ നന്മകളും നമുക്ക് നൽകി. വാസ്തവത്തിൽ നമ്മൾ വിശന്നപ്പോൾ ദൈവം നമുക്ക് ആഹാരം നൽകി, കുടിക്കുവാൻ ജലം നൽകി, പാർക്കുവാൻ വീട് നൽകി, യാത്ര ചെയ്യുവാൻ വാഹന സൗകര്യങ്ങൾ ഒരുക്കി, രോഗങ്ങൾ വന്നപ്പോൾ ചികിത്സ നൽകി, ശ്വസിക്കുവാൻ വായു നൽകി, എല്ലാ നന്മകളും നൽകി ദൈവം നമ്മളെ പരിപാലിച്ചല്ലോ. അതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ 7 മാസം മാത്രമല്ല, നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ അല്ല, നമ്മുടെയൊക്കെ അമ്മമാരുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഇതുവരെയും ദൈവം നമ്മളെ കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വർഷത്തിന്റെ പുതിയ ഈ 7-ാം മാസത്തിന്റെ 1-ാം തീയതി ഉണ്ടായിരുന്ന ഒത്തിരി പേര് വിവിധ കാരണങ്ങളാൽ ഈ 30-ാം തീയതി കാണുവാനില്ലാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മളൊക്കെ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നെങ്കിലും കർത്താവ് നമ്മെ സൂക്ഷിച്ചു. നമ്മളിപ്പോൾ പാടിയതുപോലെ കർത്താവ് മാറാത്തവനായിട്ടിരുന്നു, നമുക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും നൽകി പരിപാലിച്ച കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും ഞാൻ സ്തുതിക്കുകയും ചെയ്യും. ഇന്ന് രാത്രിയിൽ നമുക്ക് സന്തോഷത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ ദൈവം കൃപ നൽകി. നമ്മുടെ ഈ ദിവസങ്ങളിൽ സമാഗമന കൂടാരം എന്ന വിഷയമാണ് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുറേ ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ വേണ്ടി കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ക്ലാസ്സെല്ലാം ഓർത്തത് ആരാധന എന്ന് പറഞ്ഞത് എന്താണ്, അക്കാര്യമാണ് നമ്മൾ ഓർത്തത്. ഇന്ന് നമ്മളിവിടെ വന്നത് ആരാധനയ്ക്ക് വന്നതല്ല. ഈ സമയത്ത് പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ സ്തോത്രം ചെയ്യുകയൊക്കെ ചെയ്തു. അത് ആരാധനയുടെ ഒരു ഭാഗമാണ്. പക്ഷെ ഇത് ആരാധനയാണ്. ഇന്ന് നമ്മൾ വന്നത് വചന പഠനത്തിനായി. പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, വചനം കേൾക്കുക, വചനം പഠിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ കടന്നത്. ഇത് കർത്താവിന്റെ ഒരു കൽപ്പനയാണ്. കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഭൂലോകമൊക്കെ ഇപ്പോൾ സകല സൃഷ്ടിയോടും സുവിശേഷം പറയുക, വിശ്വസിക്കുന്ന സ്നാനങ്ങൾ ചെയ്യുവാൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. വേറെ ആരെങ്കിലും പറഞ്ഞതല്ല, മദർ തെരേസ പറഞ്ഞതല്ല, വർഗീസോണിയാവ് പറഞ്ഞതല്ല, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പഠിപ്പിക്കുക. പഠനം എന്ന് പറയുന്നത് ഒരു ദൈവവൈദ്യൻ, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഒരു ദൈവവൈദ്യന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മളത് ആ സമാഗമന കൂടാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിൽ നമ്മൾ ഓർത്തതും കൂടെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നത് ആരാധനയ്ക്കല്ല, പക്ഷെ വചനം കേൾക്കുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മറിയ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് വചനം കേൾക്കുന്നു. നല്ല അംശം തിരഞ്ഞെടുത്തു നമ്മൾ വായിക്കുമല്ലോ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം. അതുപോലെ നമ്മൾ പരിശുദ്ധാത്മാവാകുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ്. നമ്മൾ വചനം കേൾക്കുവാൻ വേണ്ടി ആ അധ്യാപകന്റെ മുമ്പാകെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തത് ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പൊ ഞാൻ 1-2 ചോദിക്കുമ്പോൾ ഇത് ഇനി ക്ലാസ് തീരുന്നത് വരെ നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ്. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ്. ഇവിടെ ഒരു അധ്യാപകനുണ്ട്. അധ്യാപകന്റെ പേരെന്താണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാകുന്ന ദൈവമാകുന്ന അധ്യാപകന്റെ മുമ്പാകെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയേണ്ടത് ഇരുന്നല്ല, തന്നെയാണ്. എണീറ്റ് നിന്നാണ് പറയേണ്ടത്. ഇന്നത്തേക്ക് ഒരു ചെറിയ ആളുണ്ട്, പക്ഷെ ഉത്തരം പറയും. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആരാധന എന്നുള്ള വിഷയം പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആരുടെയോ ഒരാളിന്റെ കാലത്താണ് ആരാധന ആരംഭിച്ചതെന്നുള്ള കഴിഞ്ഞ ആഴ്ച ഓർത്താതൊന്നും ആരുടെ ആയിരുന്നു? ശേത്തിന്റെ കാലത്താണോ? ശേത്തിന്റെ മകനായ ഏനോശിന്റെ കാലത്ത്. ഏനോശിന്റെ കാലത്താണ് അതുള്ള കഴിഞ്ഞ ആഴ്ച. ഇനി ആ ആരാധന തന്നെ ആരുടെ പേരിലായിരുന്നു നടത്തിയത്? ഓർക്കുന്നുണ്ടോ? ഏനോശിന്റെ കാലത്ത് ദൈവം അത് യഹോവയുടെ നാമത്തിൽ. അതുവരെ പലരും ഈ പാപം ചെയ്ത ദൈവസേനയിൽ നിന്ന് അകന്നു പോയപ്പോൾ പിന്നെ ഈ ഏനോശ് ജനിക്കുന്നത് വരെ ആരാധനയും മറ്റു പരിപാടികളൊക്കെ നടന്നതാണ്. എന്നാൽ ശരിക്ക് യഹോവയുടെ നാമത്തിലുള്ള ആരാധന ആരംഭിച്ചത് ആ കാലത്താണ്. ശേത്തിന്റെ മകനായ ഏനോശിന്റെ കാലത്താണ്. അതെന്ന് അപ്പൊ ആ പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം ആ ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു എന്ന് നമ്മൾ ഓർക്കും. അപ്പോൾ ആ ആരാധന എന്താണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ വാക്യം നിർമ്മിച്ചാൽ ആരാധന എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്ന് നമ്മൾ ഓർത്തു.
നോക്കി, ആരാധന സമം തുടങ്ങി യാഗം. ആരാധന സമം യാഗം. അപ്പൊ ആരാധന എന്ന് പറഞ്ഞത് എന്താണ്? യാഗമാണ്. യാഗമില്ലാത്ത ഒരു പരിപാടിയെയും എന്ത് പറയാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാൻ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു ദിവസം രാവിലെ വന്നു വിചാരിക്കും. രാവിലെ വന്നു, അപ്പം ഒരു 9 മണിക്ക് മുമ്പായിട്ടാണ് ഞാൻ വന്നത്. വന്നപ്പോൾ നിങ്ങള് രാവിലെ ഒരു പരിപാടിയുണ്ട്, രാവിലത്തെ പരിപാടി. അതായത് നമ്മള് രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെഡിയാക്കി വന്നപ്പോഴുള്ള സമയത്താണ് ഞാൻ ഒരു പ്രതീക്ഷിക്കാതെ വന്നത് കൊണ്ട് എന്തെന്നറിയാമോ, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 3 ഇഡലിയും സാമ്പാറും ഒരു ചെറുപഴവും ഒരു ചായയും തന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉപദേശി വിളിക്കുകയാണ്. ഉപദേശിയോട് സംസാരിക്കുകയാണ്. അപ്പൊ ഇന്നാലെ ഞങ്ങളുടെ വീട്ടിൽ എന്റെ വീട്ടിൽ വന്നിരുന്നു, ഞാൻ അദ്ദേഹത്തിന് ഊണ് കൊടുത്ത് വിട്ടു എന്ന് പറയുന്നത് നിങ്ങള്. എനിക്ക് തന്നെന്തോ ഇഡലിയും സാമ്പാറും ചായയും. മനസ്സിലായില്ലേ? ഇഡലിയും സാമ്പാറും തന്നിട്ട് നമ്മൾ ഊണെന്ന് പറയും ഇല്ല. അപ്പൊ ഊണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഊണ് കൊടുക്കണം അല്ലേ? ഊണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. അതിനകത്ത് നമ്മുടെ കേരളീയ വിഭവങ്ങളിൽ ചോറുണ്ടാകും. ചോറാണ് പ്രധാന വിഭവം. പിന്നെ അതിനകത്ത് എന്തെങ്കിലും കഴിക്കാനായിട്ട് ചാലിച്ച് കഴിക്കാൻ വേണ്ടി കറി ഉണ്ടാകും. അത് ചിലപ്പോൾ സാമ്പാറാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ രസമെങ്കിലും വെച്ചിട്ട് അതുണ്ടാകും. പിന്നെ 1-2 തോരൻ, അവിയൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. പിന്നെ മിച്ചറ മീൻകറി, നമുക്കത് മതി. മനസ്സിലായില്ലേ? അപ്പം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഊണെന്ന് പറയുന്നത്. ഊണ് കാപ്പി ഇഡലി കഴിച്ചിട്ട് അതിന് നമ്മൾ എന്ത് പറയും? കാപ്പി, പ്രഭാത ഭക്ഷണം. അതിന് നമ്മൾ ഒരിക്കലും ഊണ് പറയും. എന്ന് പറയുന്നത് പോലെ ആരാധനയെ മാത്രമേ എന്ത് പറയാവൂ. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ ഇന്നും അതല്ല നടക്കുന്നത്. ഏത് മീറ്റിങ്ങിനെയും ആൾക്കാർ എന്ത് പറയും? ആരാധന എന്ന് പറയും. ആരാധന എന്ന് പറയും. മനസ്സിലായില്ല? അത് പാടില്ല. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മനസ്സിലാവും. വിവാഹം നടക്കുന്നെങ്കിൽ അതിനെ എന്ത് പറയും? ആരാധന. ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്നില്ല, അതെന്ന് പറയും ആരാധന. ഒരു വീട്ടിലെ വലിയ ഓരോ വീടുകളിൽ നടക്കുന്ന ഭവന പ്രാർത്ഥന, കൊട്ടേജ് മീറ്റിംഗ്, അതിനെ എന്ത് പറയും? ശരിയാണോ? മനസ്സിലായോ? ഇത് എന്തുകൊണ്ട് അങ്ങനെ ശരിയല്ലെന്ന് പറയുന്നത്? ഞാൻ ഇവിടെ വെള്ളറടയിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ കോവിലൂരിലേക്ക് വരാൻ വേണ്ടി ഇങ്ങോട്ട് വരിക. ആ സമയത്ത് ഷീജോ ആനപ്പാറ നിൽക്കുക. മനസ്സിലായാലും? ആനപ്പാറ നിൽക്കുന്നു. അപ്പൊ എന്നെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ കൈയടിച്ചു. അപ്പൊ നിങ്ങളിവിടെ യോഗത്തിന് വരികയാണെന്ന് അറിയാം. എന്തെന്നറിയാമോ? ഷിജോയ്ക്ക് ഇവിടെ വീട്ടിലാണ്, കോവിലൂർ വീട്ടിലാണ് വരേണ്ടത്. ആനപ്പാറയാണ് നിൽക്കുന്നത്. ഞാന് ഷിജോയെ ബൈക്കിൽ കയറ്റിയിട്ട് അവിടെ കൂടെ കറങ്ങി കുരിശുമലയിലോട്ട് പോയി കഴിഞ്ഞാൽ ഷിജ എന്ന് പറയും, എനിക്ക് പോകേണ്ടത് എവിടെയാ? കോവിലൂരാണ്. ഞാൻ അങ്ങോട്ടല്ല, ഞാനിപ്പോ അങ്ങോട്ട് വരുന്നത്, എനിക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഷിജോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വെള്ളറടയിൽ നിന്ന് ഈ കോവിലൂർ വരേണ്ട വഴി അറിയത്തില്ല. വെള്ളറട നിൽക്കുകയാണ്, പക്ഷെ ഇവിടെ വരേണ്ടത് എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ കയറ്റി അവിടെ പനച്ചമൂട് വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഷിജോ വിജയിക്കും. അതിനോട് നല്ല വിശ്വാസം അല്ലേ? സത്യസന്ധമായതുകൊണ്ട് നല്ലൊരു പൂർണ്ണമായിട്ട് വിശ്വാസമാണ്. നിങ്ങൾ ഒരിക്കലും എന്നെ ചതിക്കത്തില്ല. 100% വിശ്വാസമാണ്. ഞാൻ പോകുന്നത് ഇങ്ങോട്ടാ, പനച്ചമൂട്ടിലോട്ട് പോകേണ്ടിയത് ഇങ്ങോട്ടായിരുന്നു. എന്തുകൊണ്ട് ഷിജോ ബഹളം വയ്ക്കാതെ വണ്ടിയിലിരുന്നു? അങ്ങനെയല്ല, അറിയില്ല. ഇങ്ങോട്ട് വരേണ്ട വഴി അറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഇങ്ങോട്ട് വരാനുള്ള വഴി ഷിജോയ്ക്ക് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയി ഇവിടെ എത്തിയത്. ആദ്യം ഞാൻ പറഞ്ഞു ബഹളം വെച്ചത്. അങ്ങനെ ഞാൻ വരുന്നില്ല, എനിക്ക് വീട്ടിൽ പോകണം, ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നില്ല. കാരണം ഞാൻ ഇങ്ങോട്ടാണ് വന്നിരുന്നെങ്കിൽ ഷിജോയ്ക്ക് അറിയാം ഞാൻ പോകുന്നത് എവിടെയാണ്, കോവിലൂരിലോട്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഷിജോയ്ക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി അറിയത്തില്ലെങ്കിൽ ഞാൻ ആനപ്പാറയിൽ നിന്ന് പനച്ചമൂട് വഴി വെള്ളോടെ കാരക്കോണം വഴി അങ്ങോട്ട് പോയാൽ ഷിജോയ്ക്ക് ഇങ്ങോട്ട് വരാൻ അറിയില്ലെങ്കിൽ ഷിജോ എന്നോടുള്ള വിശ്വാസത്തിന്റെ പുറകിൽ ഷിജോ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരിക്കും. പോകുന്നത് കൊണ്ടായിരുന്നു, ബൗലിയിലേക്ക് രാവിലെയും കൊണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? അപ്പം ആരാധന എന്തെന്ന് അറിയാൻ വയ്യാത്തവര് എന്ത് പറഞ്ഞാലും ചെയ്യും. ആ പാസ്റ്റർ അല്ലെങ്കിൽ ആ ദൈവദാസനെ വിശ്വസിച്ചിട്ട് ഇത് തന്നെ എന്തോന്നു ഉടനെ ചെല്ലുന്ന എവിടെ ആയിരിക്കും അറിയാം. ഞാൻ പറയുന്ന ആശയം മനസ്സിലായോ? പറയുന്ന വലിയ വിപത്തിലേക്ക് ആയിരിക്കും നമ്മൾ പോകും. പക്ഷെ അറിയാമെങ്കിൽ നമ്മൾ പറയും നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ്.
മനസ്സിലായില്ല? ആരാധന എന്തെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ആൾക്കാര് അവരെന്ത് പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഊണ് ഞാൻ രാവിലെ നിങ്ങളുടെ വീട്ടിൽ വന്നു, നിങ്ങൾ എനിക്ക് ഇഡലി തന്നു, പറഞ്ഞത് ഊണ് കൊടുക്കണം. പക്ഷെ എനിക്ക് ഊണ് എന്താണ്, പ്രഭാത ഭക്ഷണം എന്താണെന്ന് തിരിച്ചറിയാമെങ്കിൽ ഞാൻ വിശ്വസിക്കും. അവർ പറഞ്ഞു തന്നെ എന്തോന്നു ശരി. പക്ഷെ ഇത് തിരിച്ചറിയാമെങ്കിൽ ഞാൻ പറയും നോ, നിങ്ങൾ ഊണല്ല, പിന്നെ എന്തായിരുന്നു? പ്രഭാത ഭക്ഷണമായിരുന്നു. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഇന്ന് ഒത്തിരി പേര് ചെയ്തറിയാമോ, ഷിജ എന്റെ ബൈക്കിൽ കയറി എന്നെ അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരിക്കും, നീ അങ്ങനെ ചതിക്കത്തില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ആ വിശ്വാസത്തിലാണ് ഈ ആത്മീയ കാര്യങ്ങളിൽ അന്ധമായിട്ട് വിശ്വസിച്ചിരിക്കുന്നത്. ശരിക്ക് നേരെ അറിയാമായിരുന്നെങ്കിൽ ഉടനെ തന്നെ ചെയ്തറിയാമോ? ആരാധന എന്തെന്ന് അറിയുന്ന ഒരാളാണ് ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ എന്തിയില്ല. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ ക്ലാസ്സിൽ ചെയ്യുന്നവരെ എല്ലാവരും എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും. എഴുതിയ വായിക്കാൻ ചെയ്യുന്ന സമയത്ത് മാത്രം പുസ്തകത്തിൽ നോക്കിയല്ലാതെ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ആരാധന എന്തെന്ന് അറിയാൻ എന്തിയെന്നറിയാമോ? ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് 43 വർഷം കഴിഞ്ഞു. 43 വർഷം ഇതുവരെ ഞായറാഴ്ച ഞാൻ എന്തിയെന്നറിയാമോ? ഇതിനേക്കാൾ നല്ലൊരു ആരാധന വേറെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ലെന്ന് അറിയാമോ? മാത്രമല്ല നമ്മുടെ ആരാധന 43 വർഷം കഴിഞ്ഞെന്ന് പറയണം. 43 വർഷം കൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർത്തതുപോലുള്ള ആരാധനയിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഇത്രയും ദിവസമായിട്ട് ഇത്രയും വർഷമായി എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. എല്ലാ ആഴ്ചയിലും 1-ാം ദിവസം വളരെ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ കൃത്യസമയത്തിന് മുമ്പായിട്ട് വന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന അതേ ഒരു സന്തോഷത്തോടുകൂടെ അതേ ഒരു ഉത്സാഹത്തോടുകൂടി ഈ ആരാധനയിൽ ആരാധിക്കുന്നു. അതിന് കാരണം എന്താ അറിയാമോ? ഈ ആരാധന എന്താണെന്ന് മനസ്സിലായതുകൊണ്ട്. ഓക്കെ, മനസ്സിലായി. അപ്പം യഹോവയുടെ നാമത്തിലുള്ള ആരാധന ആരുടെ കാലത്താണ് തുടങ്ങിയത്? ശേത്തിന്റെ മകൻ. അപ്പൊ ആരാധന എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലെ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? യാഗം. അത് ബൈബിളിലൂടെ പറഞ്ഞത് നിങ്ങൾ തെളിവ് കാണിക്കും. മറന്നുപോകും. അല്ല, അത് നമ്മൾ ഏനാശിന്റെ കാര്യമാണ്. അല്ല, അല്ല, 22-ന്റെ അതാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് നമ്മൾ കണ്ടത് യാഗം സമം ആരാധന എന്ന് പറഞ്ഞാൽ യാഗമാണെന്ന് വ്യക്തമായിട്ട് തെളിയിപ്പിക്കാൻ ബൈബിളിലുള്ള പ്രൂഫ് ഏതാണ്? അബ്രഹാം തന്റെ ബാല്യക്കാരോട് പറയാണ്, അവര് യാഥാർത്ഥ്യമായിട്ട് വന്നത്. ദൈവം പറഞ്ഞു, നിന്റെ മകൻ, നിന്റെ ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ തന്നെ ഞാൻ കാണിക്കുന്ന ദേശത്ത് കൊണ്ടുപോയി എന്ത് ചെയ്യണം? യാഥാർത്ഥ്യം. അബ്രഹാം അന്ന് രാവിലെ എത്ര മണിക്കാണ്? 8:15 അത് 8:30. അതികാലത്ത് എഴുന്നേറ്റു. നോക്കുക, അതികാലത്ത് എഴുന്നേറ്റ്. അന്ന് നമ്മൾ ഓർത്താണ് ആരാധനയുടെ ദിവസം കിടന്നുറങ്ങിയിട്ട് സമയം മേടിക്കാന്ന് വിചാരിച്ച് കിടന്നേക്കും. എന്റെ പച്ചപ്പണിക്കാരൻ പറയും അല്പേരം കൂടെ കിടന്നു വാങ്ങിക്കുക. മനസ്സിലായാലും അതികാലത്ത് എഴുന്നേറ്റു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു, ബാല്യക്കാരുമായിട്ട് ചെന്നു. 3 ദിവസം വഴിയാത്ര കഴിഞ്ഞപ്പോൾ അബ്രഹാം പറയാണ് ബാല്യക്കാരോട്, നിങ്ങൾ കഴിഞ്ഞതുമായിട്ട് ഇവിടെ ഇരിക്കും, ഞാൻ അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു തുടങ്ങി. പഴയ നിയമത്തിലെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ആരാധന യാഗം. യാഗമില്ലെങ്കിൽ എന്തില്ല. ഞാൻ വേറെ കാര്യം പറയട്ടെ, യാഗപീഠമുണ്ട്. അത് കല്ലുകൊണ്ടാണ് ചെയ്യുന്നത്. കല്ലുകൊണ്ട് മണ്ണും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നു. അതിന്റെ പുറത്ത് വിറകടുക്കി തീ കത്തിച്ചു എല്ലാം ചെയ്തു. ആരാധനയാകും. ആരാധനയാകണമെങ്കിൽ എന്ത് വേണം? യാഗപീഠത്തിൽ യാഗവസ്തു ഉണ്ടാകും. അതൊന്നെങ്കിൽ പ്രാവാകാം, പ്രാവോ പിന്നെ കാളക്കിടാവോ, ആട്ടിൻകുട്ടിയോ കാളക്കിടാവോ. മനസ്സിലായാലും ഇത് 3 ഏതും ആകാം. നമ്മുടെ നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു സാധു മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ട്? പ്രാവുമാണ്. ഈ സാമാന്യമായ ന്യായമായി ജീവിക്കാൻ കഴിയുള്ളവർക്ക് ഒരു ആട്ടിൻകുട്ടിയാണ്. മനസ്സിലായില്ലേ? ചില സാമ്പത്തിക ഭദ്രതയുള്ളവർ എന്ത് ചെയ്യണം? മനസ്സിലായല്ലോ? അപ്പം ആരാധനയെന്ന് നടക്കണമെങ്കിൽ എന്തായിരിക്കണം? യാഗം. മനസ്സിലായില്ലേ? അപ്പൊ പഴയ നിയമത്തിലൊക്കെ ഒത്തിരി യാഗങ്ങൾ നടന്നു. ഒരു വ്യക്തിക്ക് വേണ്ടി യാഗം നടന്നിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള യാഗം നടന്നതെന്ന് പറഞ്ഞാൽ ഏതോ പറയാൻ പറ്റും? ഒരു വ്യക്തിക്ക് വേണ്ടി
ഇസഹാക്കിന്റെ യാഗം. ഇസഹാക്കിന്റെ യാഗം അർപ്പിക്കാൻ പോയി. ഇസഹാക്കിന് പകരം അബ്രഹാം എന്ത് ചെയ്തു? ഒരു ആട്ടിൻകുട്ടിയെ യാഗം അർപ്പിച്ചു. മനസ്സിലായില്ലേ? പിന്നെ ഒരു കുടുംബത്തിന് വേണ്ടി ഒരു യാഗം. അതേത് യാഗമായിരുന്നു? മിസ്രൈമിലെ പെസഹ ഒരു കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി. മനസ്സിലായില്ലേ? എന്നിട്ട് ഇസ്രായേൽ സഭയ്ക്ക് മുഴുവനുള്ള യാഗം എന്താ? മഹാപാപ പരിഹാര ദിവസം 2 ആട്ടിൻകുട്ടിയെ എടുത്തിട്ട് ഒന്ന് ദൈവത്തിനും മറ്റൊന്ന് അസസേലിന് വേണ്ടി നടക്കേട്ട്. ദൈവത്തിന് വേണ്ടി എന്നുള്ളത് യാഗപീഠത്തിൽ അർപ്പിക്കുന്നു. അസസേലിന് വേണ്ടി എന്നുള്ളതിന് അങ്ങ് ദൂരെ ഒരാളിന്റെ കൈവശം വിട്ടിട്ട് അങ്ങ് കൊടുത്തുകൊടുക്കും. മനസ്സിലായി? അത് ഒരു വർഷത്തിലൊരിക്കൽ നടക്കുന്ന യാഗം. മനസ്സിലായി? അപ്പം വ്യക്തിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഇസ്രായേൽ സഭ മുഴുവനും വേണ്ടി. അതായത് ഈ യാഗങ്ങളെല്ലാം ഏത് യാഗത്തിന്റെ നിഴലായിരുന്നു? കാൽവരിയിൽ ക്രൂശിലെ യാഗത്തിന്റെ നിഴലായിരുന്നു. ഇനി നമുക്ക് യാഗം വേണ്ട എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. നമ്മളത് ആ വാക്യം വായിച്ചതാണ്. എബ്രായ ലേഖനം നോക്കി. എബ്രായ ലേഖനം 10 എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ഇനി ഒരു യാഗവും ശേഷിക്കില്ല, ആവശ്യമില്ല. ശേഷിക്കില്ലെന്നല്ല, ഇനി ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? യാഗം തുടങ്ങിയത് വാസ്തവത്തിൽ എവിടെന്നാ? നമുക്കറിയാം, ഹാബേല് തുടങ്ങി. ഹാബേല് ദൈവത്തിന് വഴിപാട് അർപ്പിച്ചു. അത് അവിടെ ആരാധന തുടങ്ങുന്നത്. ആദ്യം 2 മക്കൾ അതറിയാലോ. ഹാബേൽ ആട്ടിൽ നിന്ന് ഒരു പുതിയ ദൈവത്തിന് വഴിപാടായിട്ട് കൊണ്ടുവന്നു. കയ്യിൽ മനസ്സിലായാലും കൃഷിയിൽ ഇതിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പം ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം ചെയ്തു പ്രസാദിച്ചു. ഈ യാഗം ഹാബേലിൽ അർപ്പിച്ച യാഗം മുതൽ യാഗം ഏതുവരെ നിന്നു? യേശു കർത്താവിന്റെ ക്രൂശിലെ യാഗം. ഇനി ഒരു യാഗം നമുക്ക് യേശു കർത്താവ് ക്രൂശിൽ യാഗമായതിനു ശേഷം ആരെങ്കിലും ഒരു യാഗം അർപ്പിച്ചതായിട്ട് ബൈബിളിൽ ഒരു രേഖയും. ആ യാഗത്തിന്റെ അന്നാണ് യേശു കർത്താവ് യേശു കർത്താവിന്റെ യാഗത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു പുതിയ നിയമം സ്ഥാപിച്ചു. എന്തായിരുന്നു? യേശു കർത്താവ് പെസഹയിൽ എത്ര പെസഹയിൽ പങ്കെടുത്തെന്ന് നമ്മൾ ഓർത്തത്? ആ വാക്യം പറഞ്ഞത് യേശു കർത്താവ് 3 പെസഹയിൽ പങ്കെടുത്തതായിട്ട് തിരുവചനത്തിൽ രേഖപ്പെട്ടു. പെട്ടെന്ന് വായിച്ചാൽ ഞാൻ പറയാം, അല്ലെങ്കിൽ നമ്മള് മുന്നോട്ട് പോയി വരും. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം നോക്കി. യോഹന്നാന്റെ സുവിശേഷം 2:13. യഹൂദന്മാരുടെ പെസഹ സമീപമായതുകൊണ്ട് യേശു യെരൂശലേമിലേക്ക് പോയി. എന്തിനാ പോയത്? തൊട്ടടുത്ത് ആരുടെ യാഗമാണ്? പെസഹയാണ്? യഹൂദന്മാരുടെ പെസഹ. ഇത് വാസ്തവത്തിൽ ആരുടെ പെസഹയായിരുന്നു? നമ്മളത് കണ്ടു, പഠിച്ചിട്ടുണ്ടെന്ന് ഓർക്കുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ ആരുടെ പെസഹയാണ്? യഹോവയുടെ പെസഹയാണ്. അത് പറഞ്ഞ് ഇപ്പൊ ലോകം ചെറുതായി ആരുടേതായി വന്നു. അതുകൊണ്ട് അപ്പം യേശു കർത്താവ് 3 പെസഹയിൽ പങ്കെടുത്തു എന്നുള്ളതിന്റെ തെളിവാണ്. യേശു കർത്താവ് സ്നാനമേറ്റ എത്രാമത്തെ വയസ്സിലാണ്? പറഞ്ഞില്ലല്ലോ, 30-ാമത്തെ വയസ്സിന് ശേഷം യേശു കർത്താവ് 3 പെസഹയിൽ പങ്കെടുത്തായിട്ട് തിരുവനന്തപുരത്ത്. ഒന്ന് ഇതാണ്. ഇനി ഇതേ പുസ്തകം തന്നെ 6:4 നോക്കി. യോഹന്നാന്റെ സുവിശേഷം 6:4. ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്ന് യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. അപ്പൊ 2ാമത്തെ പെസഹയാണ് യേശു കർത്താവ് പങ്കെടുത്ത 2ാമത്തെ പെസഹ. 3ാമത്തെ പുസ്തകം നോക്കുക, 11:55. ഇതേ പുസ്തകം തന്നെ 11:55. യേശു കർത്താവ് ഈ യഹൂദന്മാരുടെ പെസഹ എന്ന് പറയുന്നത് ഈ യേശു കർത്താവ് അപ്പോസ്തലന്മാരുമായിട്ട് പാദം കഴുകിയിട്ട് പങ്കെടുത്ത അവസാനത്തെ പെസഹയുടെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ യേശു കർത്താവ് ആ പെസഹയിൽ പങ്കെടുത്തതിന് ശേഷം ക്രൂശിൽ യാഗമായി. ആ പെസഹയിൽ പങ്കെടുക്കാൻ കർത്താവ് വാഞ്ചയോടെ ആഗ്രഹിച്ചു എന്നുള്ളത് വായിച്ചിട്ടുണ്ടല്ലോ. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണെന്നുള്ളത്. ഈ കർത്താവ് പറയണ ഈ പെസഹയിൽ പങ്കെടുക്കാൻ ഞാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു എന്ന് യേശു കർത്താവ് പറയും.
ലൂക്കോസിന്റെ സുവിശേഷം 22-ന്റെ 14-15 വായിക്കും വായിച്ചു. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ നീ പെസഹ ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ ഞങ്ങളോടുകൂടെ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചിയോടെ വായിക്കുന്നത്. അവിടുന്ന് അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചിയോടെ. ഞാൻ ഈ രണ്ട് വാക്കുകളുണ്ട് വ്യത്യാസം. രണ്ടും ഒന്നല്ലേ? വാഞ്ചിയും ആഗ്രഹം ഒന്നല്ലേ? എന്തുകൊണ്ട് പിന്നെ ആഗ്രഹിച്ചത് മാത്രം പറഞ്ഞ പോലെ വാഞ്ചയോട് ആഗ്രഹിക്കുക എന്ന് പറയുന്നത് എന്താ? വളരെ ആഗ്രഹിച്ചു. എന്തിനു വേണ്ടി? ഈ പെസഹയിൽ പങ്കെടുക്കാൻ. എന്തിനാ അങ്ങനെ ആഗ്രഹിച്ച? എനിക്ക് മറ്റേ പെസഹകളിൽ പങ്കെടുത്തപ്പോഴൊന്നും ഇങ്ങനെ വാഞ്ചയോട് ആഗ്രഹിച്ചില്ലല്ലോ. എന്നിട്ട് ഈ മൂന്നാമത്തെ പെസഹയിൽ പങ്കെടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ കർത്താവ് ഇത്രയും വാഞ്ചയോട് ആഗ്രഹിക്കുന്ന കാര്യം എന്താ? കർത്താവിന് അന്ന് ഒരു പുതിയ നിയമം സ്ഥാപിക്കണം. നിങ്ങൾ ആ വാക്യം നോക്കുക. അതിന്റെ 16-ാമത്തെ വാക്യം 17-ാമത്തെ വാക്യം വായിച്ചിരുന്നു. പിന്നെ പാനപാത്രം എടുത്ത് വാങ്ങി ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുക. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി മുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. എന്നാൽ വർഷത്തിൽ എത്ര പ്രാവശ്യം പെസഹ വരും? വർഷത്തിൽ 3 പെസഹ വരുന്നത്. ഇവിടെ അല്ലെന്ന് തോന്നുന്നു. വർഷത്തിൽ എത്ര പെസഹ വരും? സാധാരണ ചെറിയ പിടിക്കുന്ന മുയലിന് 3 കൊമ്പെന്ന് പറയും. ശരിക്കും എത്ര കൊമ്പേ ഉള്ളൂ? കൊമ്പില്ല. മനസ്സിലായി? അപ്പൊ വർഷത്തിൽ എത്ര കൊമ്പ? വർഷത്തിൽ എത്ര പെസഹ വരുന്നത്? 1. എന്നാ? ആദ്യമാസം 14-ാം തീയതി. ഇത് കറക്റ്റാ. അതേ സെയിമിലാണ് കർത്താവ് പങ്കെടുത്തത്. അപ്പൊ ഈ പെസഹ പങ്കെടുക്കാൻ കർത്താവ് വാഞ്ചയോടെ ആഗ്രഹിച്ചതിന് കാരണം കർത്താവിന് ഒരു പുതിയ നിയമം സ്ഥാപിക്കണമായിരുന്നു. കാരണം യേശു കർത്താവാണ് യാഗമാകാൻ പോകുന്നത്. ഇനി ഒരു യാഗമില്ല. ഈ പെസഹയ്ക്ക് എന്താ ചെയ്യുന്നത്? പെസഹാതിരിക്കുക എന്ന് പറയുന്നത് എന്താ? 1 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയെ എടുത്ത് സൂക്ഷിച്ച് മൂലമില്ലാത്തതായിരിക്കണം, ആൺകുട്ടിയായിരിക്കണം, 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. അതിന് സന്ധ്യാസമയത്ത് അതിന് ഇറക്കണം. ഇത് മിസ്രൈമിൽ തുടങ്ങി യേശു കർത്താവ് മരിക്കുന്നതിന് തലേ ദിവസം വരെ യഹൂദന്മാരും ചെയ്തു, ആചരിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ ഇന്നെന്തിനാ ആചരിക്കുന്നത്? ഇന്ന് ആചരിക്കുന്നത് വീട്ടിൽ പിള്ളേർ ചോദിക്കും, അപ്പൊ നമ്മുടെ വീട്ടിൽ ഇന്ന് ഈ വൈകുന്നേരം ആട്ടിൻകുട്ടി അറുത്ത് ഇങ്ങനെ തീയിൽ ചുട്ടതിന്റെ മാംസവും ഒക്കെ കഴിച്ച് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ പറയണം, മക്കളെ നമ്മൾ കഴിഞ്ഞോ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ 430 വർഷം ഇസ്രായേലിൽ അടിമകളായിരുന്നു. അവിടെ നിന്ന് വിജയിക്കാൻ വേണ്ടി ദൈവം 10 ബാധകളെ അങ്ങോട്ട് അയച്ചു. 10ാമത്തെ ബാധ കടിമസംഹാരമായിരുന്നു. ആദ്യം നമ്മുടെ വീട്ടിലെ മൂത്ത ജ്യേഷ്ഠൻ, നമ്മുടെ വീട്ടിലെ ചേട്ടൻ മരിക്കു വന്നു. മരിക്കാതിരിക്കാൻ പകരം ഒരു ആട്ടിൻകുട്ടി ആക്കണം. എന്നിട്ട് ദൈവം ഇത് എല്ലാ വർഷവും ആചരിക്കണം. അപ്പൊ യേശു കർത്താവ് ചെയ്തു. ആ പെസഹയാണ് പങ്കെടുത്ത കാര്യം പറയുന്നത്. അതുപോലെ കർത്താവ് പങ്കെടുത്തു. അത് വാഞ്ചയോടെ ആഗ്രഹിച്ചതിന് കാര്യം ഈ പെസഹയോടുകൂടെ ലാസ്റ്റ് പെസഹ. അതിനുശേഷം പിന്നെ ആരും പെസഹ ആചരിച്ചതായിട്ട് ബൈബിളിൽ രേഖയില്ല. കാരണം യേശു കർത്താവ് അന്ന് ഒരു പുതിയ നിയമം ചെയ്തു സ്ഥാപിച്ചു. എന്ത് നിയമമായിരുന്നു? അത്താഴം കഴിഞ്ഞ ശേഷം ഇതിൽ നിന്നൊരു അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ശിഷ്യന്മാർക്ക് മുറുക്കി കൊടുത്തു. ഇത് വാങ്ങി ഭക്ഷിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഉള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം അത് മാത്രം എടുത്ത് ഇത് നിങ്ങൾ വാങ്ങി കുടിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തം, അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യും. ഓക്കെ, ഇത് കർത്താവ് സ്ഥാപിച്ചു. മനസ്സിലായല്ലോ? ഇത് കർത്താവ്. ഇതിനെയാണ് നമ്മൾ തിരുവത്താഴം ഒന്നും എല്ലാവരും കൂടെ നോക്കുന്നുണ്ടല്ലോ. തിരുവത്താഴം ഒന്നും അപ്പം മുറുക്കലെന്നും പിന്നെ കർത്തമേശ എന്നൊക്കെ പറയുന്നു. മനസ്സിലായല്ലോ? കർത്തമേശ
അപ്പൊ യേശു കർത്താവ് ഇത് സ്ഥാപിച്ചു. ഇപ്പൊ പറഞ്ഞതോ? ഇപ്പൊ പറഞ്ഞത് 23-ന്റെ 15, 14, 16. അതെ, പാഞ്ചോട് ആഗ്രഹിച്ചത് 3 പെസഹയിൽ പങ്കെടുത്തു. അത് ഒന്നുകൂടെ പറഞ്ഞുതരാം. യോഹന്നാന്റെ സുവിശേഷം സംശയമുണ്ടെങ്കിൽ ചോദിക്കുന്നതിന് കുഴപ്പമില്ല. യോഹന്നാന്റെ സുവിശേഷം 2-ന്റെ 13, 6-ന്റെ 4, 2-ന്റെ 13, 6-ന്റെ 4, 11-ന്റെ 55, 11-ന്റെ 55. ഒരിക്കൽ കൂടെ പറയാം. യോഹന്നാന്റെ സുവിശേഷം 2-ന്റെ 13, 6-ന്റെ 4, 11-ന്റെ 55. കറക്റ്റാണല്ലോ? ഓക്കെ. അപ്പൊ ഇതാണ് അന്നാണ് ഈ 3-ാമത്തെ പെസഹ. യേശു കർത്താവ് പങ്കെടുത്ത 3-ാമത്തെ പെസഹയിലാണ്. യേശു കർത്താവ് വാസ്തവത്തിൽ 12 വയസ്സിന് ശേഷം എല്ലാ പെസഹയിലും പങ്കെടുത്തിട്ടുണ്ട്, അത് സംശയമില്ല. പക്ഷേ ദൈവവചനത്തിൽ യേശു കർത്താവ് സ്നാനപ്പെട്ടതിന് ശേഷമുള്ള 30 വയസ്സിന് ശേഷമുള്ള കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ 30-ാമത്തെ വയസ്സിൽ യേശു കർത്താവ് സ്നാനപ്പെടുകയും 3 പെസഹയിൽ പങ്കെടുക്കുകയും ചെയ്തതുകൊണ്ട് യേശു കർത്താവിന് എത്ര വയസ്സായി ക്രൂശിക്കപ്പെട്ടപ്പോ? മനസ്സിലായി? അതുകൊണ്ടാണ് 33 എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അന്ന് യേശു കർത്താവ് ഒരു പുതിയ നിയമം സ്ഥാപിച്ചു. എന്ത് നിയമമാണ്? തിരുവത്താഴം, കർത്തൃമേശ, പിന്നെ അപ്പം നുറുക്കൽ. ഈ 3 പേരിലും അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷ കർത്താവ് സ്ഥാപിച്ചു. യേശു കർത്താവ് നമ്മൾ കഴിഞ്ഞ ചോർത്താണ്. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തു. 40-ാമത്തെ ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്തു. 10 ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. അന്ന് 3000 പേര് എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. ആ രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്തു? സ്നാനപ്പെട്ടവർ എന്ത് ചെയ്തു? വേർപാട് പാലിച്ചു. ലോകത്തോട് അവർ നേരത്തെ പോയ പള്ളികളിൽ നിന്ന് വേർപെട്ട് ഇങ്ങോട്ട് ഈ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവരോട് ചേർന്നു, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോട് ചേർന്നു. അവരെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, വചനം പഠിച്ചു. അപ്പോസ്തലന്മാരെ മാത്രമേ വചനം പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. കാരണം യേശു കർത്താവ് അപ്പോസ്തലന്മാർക്കാണ് പറഞ്ഞു കൊടുത്തത്. മനസ്സിലായില്ല? അതുകൊണ്ട് അവർ വേറെ അവർ പോയ പള്ളിയിലെ സിനഗോഗിലൊന്നും പിന്നെ പോയില്ല. അവരുടെ മാസ്റ്റർമാരുടെ അടുക്കൽ പോയില്ല. കാരണം അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാൻ അപ്പോസ്തലന്മാരോട് യേശു കർത്താവ് 3 വർഷം കൊണ്ടുനടന്ന് പഠിപ്പിച്ച കർത്താവ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ വേണ്ടി കർത്താവ് അവരെ പഠിപ്പിച്ചു. അവരെ ഈ പുതുതായിട്ട് രക്ഷിക്കപ്പെട്ടവരെ പഠിപ്പിച്ചു. പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്ക് നിങ്ങൾക്ക് ഏൽപ്പിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അവർ വചനം പഠിച്ചു, കൂട്ടായ്മയെ ആചരിച്ചു. പിന്നെ 6-ാമത് എന്തായിരുന്നു? അപ്പം നുറുക്കി. 7-ാമത്തത് മനസ്സിലായല്ലോ? ഇത് അന്ന് പെന്തക്കോസ്താളിൽ തുടങ്ങി. പെന്തക്കോസ്താളിൽ ദൈവസഭ ഉണ്ടായി. പെന്തക്കോസ്താളിലല്ല ഉണ്ടായത്, പെന്തക്കോസ്താളിൽ ദൈവസഭ ഉണ്ടായപ്പോൾ ഈ 7 കാര്യവും ഉണ്ടായിരുന്നു. 7 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് അവര് പിന്നീട് ഈ അപ്പം നുറുക്കൽ എന്ത് ചെയ്തറിയാമോ? അവർ കൂടി വരുമ്പോൾ ദിനം പ്രതിയൊക്കെ ആചരിച്ചു. ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വേറെ എവിടെയും ചെന്ന് അപ്പം നുറുക്കിയല്ലോ. ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം ദേവാലയത്തിൽ അപ്പം നുറുക്കാതെ വീട്ടിൽ അപ്പം നുറുക്കിയത്. ആ ദേവാലയം എന്ന് പറയുന്നത് യേശുവിൻ ദേവാലയമാണ്. എല്ലാവരും വരും അവിടെ. അപ്പം നുറുക്കുന്നത് ആർക്കേ അവകാശമുള്ളൂ? ഈ 5 യോഗ്യത ഉള്ളവർക്ക് മാത്രമേ 6-ാമത് അപ്പം നുറുക്കാനായിട്ട് അവകാശമുള്ളൂ. ഇന്ന് നമ്മുടെ പള്ളികളിൽ പല പള്ളികളിലും ഒക്കെ ഇതുപോലെ തിരുവത്താഴുണ്ട്. പക്ഷെ ഈ ദൈവവചന പ്രകാരം 5 നിയമങ്ങൾ പാലിച്ചിട്ട് 6-ാമത്തെ നിയമമാണെന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല. അവര് വോട്ട് ചെയ്യാനും അങ്ങനെയല്ല പല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. പിന്നെ ദൈവവചനത്തിൽ ഇല്ലാത്തതാ പലരും കൂട്ടിച്ചേർക്കുന്നത്. അവര് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ടാണ് ചെയ്യുന്നത്. ബൈബിള് തിരുവത്താഴത്തിന് മുമ്പേ ഉപവാസ പ്രാർത്ഥന നടത്തിയിട്ട് തിരുവത്താഴം നടത്താൻ ബൈബിൾ എവിടെയെങ്കിലും മാറ്റിയുണ്ടോ? ഇല്ല. മനസ്സിലാവുന്നുണ്ട്. അതിനെയാണ് ദുരുപദേശം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവത്തിനാണെങ്കിൽ ഇങ്ങനെ ദുരുപദേശക്കാരുടെ കൂടെ പോകാൻ പാടില്ല. ഞാനിപ്പോ അത് പറയുന്നുണ്ട്. മനസ്സിലായില്ല? ആ ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ സാധുക്കളായ ജനങ്ങളെ പഠിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഷിജോ ആരപ്പാറ നിൽക്കുന്നുണ്ട്. ഈ ഗൗരൂര് വഴി അറിയത്തില്ലെങ്കിൽ എന്നെ ഭയങ്കര വിശ്വാസം. എന്നെ ഷിജോയ്ക്ക് അറിയാം. ഷിജോ എന്റെ ബൈക്കിൽ കയറി ഞാൻ പോയിടത്തൊക്കെ കയറി ഷിജോ എന്നെ ഗൗരൂര് കൊണ്ടുപോകും. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? ഇതാണ് വചനം അറിഞ്ഞില്ലെങ്കിൽ ആൾക്കാർ ചതിക്കപ്പെടുന്നത്. അവർക്ക് ആ ബൈക്ക് ഓടിക്കുന്ന ആളിന് ഭയങ്കര വിശ്വാസം. അതുകൊണ്ട് പാസ്റ്റർ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യും? കേൾക്കും. കാരണം വചനം അറിയത്തില്ല.
ആര് പറയുന്നത് ഗോവിലൂരുള്ള വഴി വരാനുള്ള വഴി അറിയില്ല. വഴി അറിയുമെങ്കിൽ വഴി തെറ്റുമ്പോൾ പറയാം, ഞാൻ അങ്ങുമായിട്ട് കൂട്ടുകൊടുക്കുന്നില്ല, ഞാൻ ഇങ്ങോട്ടാണ് കൊടുക്കുന്നത്, നിങ്ങൾ വയ്ക്കൂ, എന്നെ ഇവിടെ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞ് നടന്നായാലും മനസ്സിലായോ? വചനം അറിഞ്ഞാൽ പിന്നെ ഇവരോടൊത്തൊന്നും ആരും പോകും. പക്ഷെ വചനം അറിയാത്തത് കൊണ്ട് അവർ പോകും. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ട് തീരുന്നു തെറ്റിപ്പോകുന്നു. അതിന് ബാക്കിയുണ്ടോ? ഉണ്ട്. എവിടെയാ? വേഗം എടുത്തു മത്തായി 22:29 യേശു കർത്താവ് പറഞ്ഞത്. 22:29 അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാനുകൊണ്ട് തെറ്റിപ്പോകും. ഇവർക്ക് ദൈവം വചനം അറിയത്തില്ല. അതുകൊണ്ട് എന്തിനറിയാമോ, മാസ്റ്റർ എന്ത് പറഞ്ഞാലും ആ ബൈക്കിൽ കയറി നമുക്ക് പോവാം. ലക്ഷ്യസ്ഥാനത്തോട്ടല്ല പോകുന്നത്. ലക്ഷ്യസ്ഥാനത്തോട്ട് പോകുന്ന വഴി വചനം അറിയായിരുന്നെങ്കിൽ അന്ന് അവര് സ്റ്റോപ്പ് ചെയ്തത്. മനസ്സിലായാലും എത്രയോ പേര് വചനം പഠിച്ചപ്പോ നമ്മുടെ കൂട്ടായ്മയിലേക്ക് പോകും. മനസ്സിലായാലും നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് അപ്പുറത്തോട്ട് പോയി 5 വരെയെങ്കിലും കാണിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ വചനം പഠിക്കാത്തവരാൻ പറ്റില്ല, രക്ഷിക്കപ്പെടാത്തവരാൻ പറ്റും. രക്ഷിക്കപ്പെട്ടവർക്ക് ഈ വീടുകളിൽ പോകാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായത്? അപ്പം മടങ്ങി വരാം. യേശു കർത്താവ് കൃഷിയാഗമായി സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം പെന്തക്കോസ്താൻ വന്നപ്പോഴാണ് ദൈവസഭ ഉണ്ടായത്. അത് പെന്തക്കോസ്ത് സഭയല്ല ഉണ്ടായത്, ദൈവസഭയാണ് ഉണ്ടായത്. യേശു കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയാണ് ഉണ്ടായത്. ആ സഭയിൽ ആ പത്രോസിന്റെ അന്നത്തെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെട്ടു. അവരെ അന്ന് തന്നെ കർത്തൃമേശ ആചരിച്ചു. പിന്നെ എല്ലാ ദിവസവും ദേവാലയത്തിൽ കൂടുകയും വീട്ടിൽ അപ്പം തുറക്കുകയും ചെയ്തു. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു. അപ്പം തുറക്കാൻ വേണ്ടി രക്ഷിക്കപ്പെട്ടവരും സ്നേഹപ്പെട്ടവരും വേർപാട് വായിച്ചവരും വചനം പഠിക്കുന്നവരും കൂട്ടായ്മ ആചരിക്കുന്നവരും മാത്രം ചെന്ന് ചെയ്തു. എല്ലാ ദിവസവും അപ്പം തുറക്കും. അത് കഴിഞ്ഞിട്ടാണ് ചില വർഷങ്ങൾ അത് കഴിഞ്ഞു. ചില വർഷങ്ങൾ ഇങ്ങനെ സന്ദർഭം അവർക്ക് ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ ഈ കർത്താവ് സ്ഥാപിച്ച ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ. പിന്നീടാണ് അവിടെ അത് മാറ്റി എന്നാക്കിയത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം. റെഫറൻസ് ഏതാ? ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ദൈവചരിത്രം പരിമാക്കിയതാ. അപ്പോസ്തല പ്രവൃത്തി 20:7 എഴുതിയില്ലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യമായി പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 20:7 ആയപ്പോൾ അപ്പോൾ കുറെ വർഷം കഴിഞ്ഞു. ആ വർഷം കഴിഞ്ഞപ്പോൾ അവര് അപ്പം തുറക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അവര് അന്യഭാഷ പറയാൻ വേണ്ടിയല്ല അന്ന് കൂടിയവര്. കുറെ പാട്ടുപാടി കമ്പാരടിച്ചു കയറാനൊന്നും വരുന്നത്. അവര് തിരുവത്താഴം ആചരിക്കുവാൻ, അപ്പം തുറക്കുവാൻ, പിന്നെ കർത്തൃമേശ ആചരിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ കണ്ടത് എന്തിനു വേണ്ടിയാണ് ഈ കർത്തൃമേശ ആചരിക്കുന്നത്? എന്തിനു വേണ്ടിയായിരുന്നു? ഇത് കഴിഞ്ഞ ക്ലാസ്സിലാണ് മുന്നോട്ട് പോകുന്നത്. സമയം മുന്നോട്ട് വേഗം പറയണം. എന്തിനു വേണ്ടിയായിരുന്നു കർത്തൃമേശ ആചരിക്കേണ്ടത്? അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവിടുത്തെ മരണത്തെ പ്രസ്താവിക്കുക. ഓർക്കുകയല്ല, മരണത്തെ പ്രസ്താവിക്കുക, മരണത്തെ ഓർക്കുക. എന്തിനു വേണ്ടിയാ ആ മരണത്തിന്റെ കാര്യം നമ്മൾ ഓർക്കുന്നത്? യേശു കർത്താവിന്റെ മരണം ഓർക്കേണ്ടതിന് വേണ്ടിയാ. എനിക്ക് വേണ്ടി എന്റെ മരണം. നമ്മളത് ഒരു പാട്ട് ഞാൻ പാടി. മരണം കൊണ്ടെന്റെ വന്നരകം നീയകറ്റി. നോക്കുക, യേശു കർത്താവിന്റെ മരണം മുഖാന്തരം എന്റെ നരകം മാറിയതല്ല. ആ ഭക്തൻ പാടുന്നത് വന്നരകം മാറ്റി. അതുകൊണ്ട് അങ്ങയുടെ മരണത്തെ ഞാൻ ഓർക്കാതെ ആ ആഴ്ചയുടെ 1-ാം ദിവസം ചെന്നിരുന്ന് സാക്ഷ്യം പറഞ്ഞ് ഒരു പ്രസംഗവും കാണിക്കേണ്ടിട്ട് വരുന്നത് എന്തല്ല? ആരാധന അല്ല, ആ കർത്താവിനെ ഓർക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനം മുറുകെ പിടിച്ച് അങ്ങോട്ട് പോകും. അവസാനമായിട്ട് നമ്മൾ ഓർത്തത് എന്തായിരുന്നു? ഇന്ന് ഈ ഭൂമിയിൽ വെച്ച് രക്ഷിക്കപ്പെട്ട ദൈവജനം ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ യാഗമരണം ഓർക്കുമ്പോൾ തന്നെ വേറെ ഏതോ ഒരു സ്ഥലത്ത് ഒരു ആരാധന നടക്കുമെന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ഏത് സ്ഥലത്താ? സ്വർഗത്തിൽ ഇതേ സെയിം ആരാധനയാണ്. മനസ്സിലായത്? സെയിം ആരാധന. അവരും മറക്കപ്പെട്ട കുഞ്ഞാടെ അവിടുന്ന് ശക്തിയും ധനവും മഹത്വവും ബഹുമാനവും ഒക്കെ സ്വീകരിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞ് അവിടുത്തെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കും. അതാ ആരാധന. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ചുറ്റുപാടുള്ള പള്ളികളിൽ ഇങ്ങനെ ദൈവവചന പ്രകാരമാണ് ആരാധന എന്ന് തെളിയിപ്പിക്കാൻ അവർ നടത്തുന്ന ആരാധന
അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത് പറയാം. ബൈബിളിൽ നിന്ന് കാണിക്കാമോ? കാണിച്ചാൽ നമുക്ക് ചെയ്യാൻ കാഴ്ച പോലെ മനസ്സിലായില്ലേ? രണ്ട് നേരില്ല, ഒരു നേരെയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ? 4 കൂട്ടിയാൽ എത്ര കിട്ടുള്ളൂ? 8 കൂട്ടും. ബ്രദറെ, ഞാൻ 4 ശരിക്കും ഒന്ന് കൂട്ടിയപ്പോ എനിക്ക് 7 കിട്ടിയത്. എനിക്ക് പൂർണ്ണ വിശ്വാസം. 4 കൂട്ടിയപ്പോ എനിക്ക് എത്ര കിട്ടുള്ളൂ? എനിക്ക് 7 കിട്ടുള്ളൂ. നിങ്ങൾ ഒന്നും പറഞ്ഞാൽ എനിക്ക് 100% വിശ്വാസം. അതിനകത്ത് യാതൊരു സംശയം. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും എന്നെ അതിന് മാറ്റാൻ പറ്റുന്നില്ല. ശരിയാണ് തെറ്റാണോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? താമസം മനസ്സിലായില്ലേ? 4 കൂട്ടിയാൽ എത്ര കിട്ടുള്ളൂ? 8 കിട്ടത്തുള്ളൂ, 7 കിട്ടത്തില്ല, 9 കിട്ടത്തില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. ഇവിടെ ഒരു അധ്യാപകൻ വന്നിട്ട് പറയുകയാണ് 4 കൂട്ടി കൊണ്ടുവരാം. താമസങ്ങൾ എന്ത് ചെയ്യുന്നറിയാം? 4 കൂട്ടിയാൽ പറ്റി അങ്ങനെ ഉറപ്പായിട്ട് വിശ്വസിക്കും. ഞാൻ 4 മനസ്സിലായില്ലേ? ഞാൻ 4 കൂട്ടിയപ്പോൾ എനിക്ക് കിട്ടിയത് 9. ഞാൻ പറയണം, ഞാൻ പിടിച്ച പോയില്ലാണ് 3 ഞാൻ ഇരിക്കുക. ഷിജോ 4 കൂട്ടിയപ്പോൾ അറിയാമോ? ഷിജോയ്ക്ക് പൂർണ്ണ വിശ്വാസം, ഓരോ മാറ്റിയിട്ട്. ഇനി ആര് പറഞ്ഞാലും അദ്ദേഹം മാറാനും തയ്യാറാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 4 കൂട്ടാൻ പറഞ്ഞ അധ്യാപകൻ പറയുമ്പോൾ ഈ എത്ര ആർക്കാ ശരിയിടുന്നത്? അതോ എനിക്ക് ഒരൽപ്പം കൊണ്ട് സംശയം. ഞാൻ 100% വരെ വിശ്വസിച്ചിരുന്ന എനിക്ക് ശരിയിടും. അത് കിട്ടും. പിന്നെ ഇദ്ദേഹം 7 കൂട്ടിയിട്ട് ഇദ്ദേഹത്തിന് ശരിയിടും. ശരി ആർക്കാ കിട്ടുള്ളൂ? ആര് 8 എഴുതി വെച്ചു? 4 അധ്യാപകം കൂട്ടാണെങ്കിൽ 8 ആരെഴുതി അവർക്ക് മാത്രമേ എന്ത് കിട്ടും? അന്നാണ് ഈ സംഭവം. നോക്കുക, ഒരു അധ്യാപകൻ, നമ്മുടെ അധ്യാപകനാകുന്ന കർത്താവ് വരാൻ പോവുക. കർത്താവ് വന്ന് വചനപ്രകാരം കർത്താവിനെ ആരാധിച്ചവർക്ക് എന്ത് കിട്ടും? ശരി കിട്ടും. ബാക്കിയല്ല അപ്പോഴാണ് കിട്ടി കളയും. മനസ്സിലായല്ലോ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരു ഉപമ എന്ന് പറയുന്നത് തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഒരു ഉപമ പറഞ്ഞു. ആ ഉപമയിൽ ഒരു യജമാൻ, ആ യജമാനന് കുറെ ദാസന്മാരുണ്ട്. ആ ദാസന്മാരോട് ആ യജമാനൊരു ഒരു വയലുണ്ടായിരുന്നു. ആ വയലിൽ ഈ ദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ ചെന്ന് അവിടെ കിളച്ചെടുക്കും, വിത്ത് വിതയ്ക്കാൻ പറഞ്ഞു. ഇവരെന്ത് ചെയ്താൽ ഈ ദാസന്മാർ ചെന്ന് വിത്ത് വിതച്ചു, എല്ലാം റെഡിയാക്കിയിട്ട് മടങ്ങി വന്ന് അറിയാമോ? വേറെ ഒരു ആൾക്കാർ വന്ന് ഇതിനിടയിൽ കള വിതച്ചിട്ട് ഇത് യജമാനൻ ഈ ദാസന്മാർ പറഞ്ഞു അവരുടെ ശരിക്കുള്ള വിത്ത് വിതച്ചു. യജമാനും കൊടുത്ത വിത്ത് വിതച്ചു. അവരിങ്ങ് വന്നപ്പോഴേ വിശാലം വന്ന് കളയും കൂടെ വിതച്ചു. ഇവര് കുറെ ദിവസം കഴിഞ്ഞിട്ട് വയൽ എങ്ങനെയുണ്ട്, ഞാൻ വിത്ത് വിതച്ച വയൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി അറിയാമോ? അവിടെ പോകും. അവിടെ കാണിച്ചെന്നാണോ നമ്മൾ ഈ നല്ല വിത്ത് വിതച്ച് ഇതിന്റെ ഇടയിൽ വന്നിട്ടുണ്ട് കളയും. ഇവർക്ക് കൊണ്ട് അവരുടെ രക്തം കൊണ്ട് തളച്ചു. എന്നാലും അവര് തൊട്ടില്ല. കാരണം യജമാനെ അനുവദിക്കാതെ തൊടാൻ പറ്റില്ല. അവര് വന്ന് യജമാനെ നമ്മുടെ വയലിൽ നമ്മൾ ചെന്ന് നല്ല വിത്ത് വെച്ചു. പക്ഷേ ഇപ്പൊ കളയും കൂടെ കിളർത്തിയിരിക്കും. അതിനെ പിടിച്ച് കളയട്ടെന്ന് ചോദിച്ചു. യജമാന് ഒരൊറ്റ വാക്ക് പറഞ്ഞെങ്കിലും ഇവരും, കാരണം ഇവരെ കഷ്ടപ്പെട്ടത് മനസ്സിലായില്ലേ? ഇവർ ചെന്ന് എന്ത് ചെയ്തേനെ? ആനയൊക്കെ പിടിച്ച് ദൂരെയാണ്. പക്ഷെ യജമാനൻ പറഞ്ഞോ ചെയ്യുന്ന കൊയ്ത്ത് വരെ നിൽക്കട്ടെ. കൊയ്ത്ത് വരെ ഈ നല്ല വിത്തിനെ ഇട്ടുകൊടുത്ത വളവും വെള്ളവും നിന്നുകൊണ്ട് ഇത് പറയുമോ ഒന്ന് തല ഉയർത്തി നിൽക്കണം. കൊയ്ത്തിന്റെ അന്ന് ഇതിന് നല്ല ഈ യജമാനൻ തന്റെ ആൾക്കാരെ അയച്ച് ഈ നല്ല നെൽമണിയെ അത് കൊയ്ത് നല്ല നെൽമണിയെ കളപ്പുരയിലും ഈ പതിരെല്ലാം കെടാത്ത അന്നാണ് ഈ നല്ല വിത്തിന്റെ പുറത്ത് ഞങ്ങളാണ് ആരാധന എന്ന് പറഞ്ഞ് നടക്കുന്നവരെല്ലാം വ്യത്യാസമായി. മനസ്സിലാവും? വചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകള. അപ്പൊ നമ്മുടെ ദൈവവചന പ്രകാരമുള്ള ആരാധനയിൽ പ്രധാനമായിട്ട് എന്താ ഉള്ളത്? കർത്തവ്യത്തിന് വേണ്ടിയ യേശു കർത്താവിന്റെ യാഗമാണ്. മനസ്സിലല്ലേ? ഇവിടെ വന്ന് അപ്പം നോക്കി മാത്രം ഒന്നല്ല. മനസ്സിലല്ലേ? എന്തൊക്കെയാണ് നമ്മൾ നടത്തുന്നത് നോക്കുക. 1-2 വേദഭാഗം വായിച്ചു നോക്കുക. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 5-ാം അധ്യായം 19-20 വാക്യം. 19-ാം മാത്രം തൊട്ട് പോകില്ല. ആത്മാവെന്ന് അറിയാം. അവിടെ മുതൽ കാണണം. ആത്മാവ് നിറഞ്ഞവരായ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ പാടി. നിങ്ങൾ അവിടെ ഇതിനകത്ത് വെച്ചിട്ട് മറ്റൊരു
3-ാം അധ്യായം 16-ാമത്തെ വാക്യം. കൊലോസ്യർ 3:16. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും നോക്കുക, ഇവിടെ ആരാധനയുടെ നമ്മൾ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം ചെയ്യുന്ന അഥവാ ദൈവവചന പ്രകാരമുള്ള ആരാധനയിലുള്ള കാര്യങ്ങളാണ് ഈ 2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ വായിക്കുന്നത് ആദ്യം വായിച്ച ഭാഗത്തിൽ എന്താ? ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും അന്യഭാഷകളാലും ആത്മീയ ഗീതങ്ങൾ, അങ്ങനെയാണ്. പിന്നെ എന്താ അവിടെ വായിക്കുന്നത്? നോക്കുക, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തു. 2ാമത് വായിച്ച വേദവാക്യത്തിൽ നോക്കുക, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടുക, ഹൃദയത്തിൽ പാടുക. ഒരു വാക്യം കൂടെ ഇതിൽ എല്ലായിടത്തും പേര് വെച്ചിരിക്കണേ. ഒരു വാക്യം കൂടെ റോമാലേഖനം 15:5 നോക്കി. റോമാലേഖനം 15:5. 15:5. എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായനാൽ മഹത്വീകരിക്കണം. നോക്കുക, അവിടെ വായിക്കുന്നത്, എന്നാൽ നിങ്ങൾ ഐകമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ അതാക്ക് ഒരേ ഒരു വായിനാൽ. ഇത്ര സഭയിലുള്ള എല്ലാ വിശ്വാസികളും അവരുടെ വായ എങ്ങനെയാണ് ആരാധനയ്ക്ക്? ഒരു വായി. മനസ്സിലായില്ലേ? ഒരേ വായിൽ ഒരുമിച്ച് പാടുന്നു, ഒരുമിച്ച് സങ്കീർത്തനം വായിക്കുന്നു, ഒരുമിച്ച് സ്തോത്രയാഗം അർപ്പിക്കുന്നു, ഒരുമിച്ച് തമ്മിൽ പ്രബോധിപ്പിക്കുന്നു. ഇതല്ലേ നമ്മുടെ ആരാധനയിൽ നടക്കുന്നത്. നമ്മുടെ ആരാധനയിൽ നടക്കുന്ന കാര്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. ഇതിനിടയിൽ ഈ 3 വേദവാക്യങ്ങൾ എവിടെയെങ്കിലും അന്യഭാഷ പറയുന്നുണ്ട്. ഇവർക്ക് തമ്പേറടി തുടങ്ങി കഴിഞ്ഞാൽ എന്താ അവർക്ക് വൈകുന്ന കാര്യം? ഞാൻ വിമർശിക്കുകയല്ല, ബൈബിളിൽ ഇല്ലാത്ത കാര്യം ഇല്ലാത്തതുപോലെ പറയും. അവർക്ക് ദൈവവചനത്തിൽ പ്രൂഫില്ല. ആഴ്ചവട്ടത്തിന് 1-ാം ദിവസമായ കർത്തൃദിനത്തിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ അന്യഭാഷ പറയണമെന്നുള്ളതിന് ബൈബിളിൽ എന്തില്ല? തെളിവില്ല. ഇല്ലെങ്കിൽ ബൈബിളിൽ ഇല്ലാത്തതൊക്കെ ഈ പാവങ്ങളായ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് അവർക്ക് ഈ പാസ്റ്റർമാരെ ഭയങ്കര വിശ്വാസമായതുകൊണ്ട് അവരുടെ ബൈക്കിൽ കയറി യാത്ര ചെയ്യുക. പാസ്റ്റർ കൊണ്ട് കൊണ്ടുപോകുന്നത് ശരിക്കും കൊണ്ടുപോകേണ്ട സ്ഥലത്തല്ല അവർ കൊണ്ടുപോകുന്നത്. വഴി അറിയാമയതുകൊണ്ട് ഇദ്ദേഹത്തെ 100-101% വിശ്വാസമായിട്ട് അതിന്റെ പുറകെ അവർ പോയിരിക്കുന്നു. അവരെ എന്തിനാ നമ്മള് പാട്ടിനകത്ത് ആരാധനയിൽ പാട്ടുണ്ട്. ആരാധനയിൽ പാട്ടുണ്ട്. സങ്കീർത്തനത്തിൽ ദാവീദ് എന്ന് പറയുന്നത് 69-ാം സങ്കീർത്തനത്തിന്റെ 30-ാമത്തെ വാക്യം നോക്കി. 69-ാം സങ്കീർത്തനത്തിന്റെ 30-ാമത്തെ വാക്യം. ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ നോക്കുകയോടെ വായിക്കുന്ന പാട്ടോടെ ദൈവത്തെ എന്ത് ചെയ്യുന്ന സ്തുതിക്കും. മനസ്സിലായില്ലേ? ചിലര് നമ്മുടെ ഇടയിൽ ഒരു ചെറിയ കുഴപ്പമില്ലാതില്ല. പാട്ട് തുടങ്ങുന്നെങ്കിലൊക്കെ അത് ചെന്നാ മതിയല്ലോ. പക്ഷേ മനസ്സിലാകുന്നുണ്ട്. പാട്ടിലെന്തോ ഇരിക്കുന്നു. ആരാധനയ്ക്കുള്ള പാട്ടിന്റെ സമയത്ത് അങ്ങ് പാട്ട് തീരുന്നതിനിടയ്ക്ക് ചെന്നിരുന്ന ഒരിക്കലും അങ്ങനെയല്ല. 69-ന്റെ 30-ാമത്തെ വാക്യം. സങ്കീർത്തനം 69-30. പാട്ടിൽ എന്തുണ്ട്? ദാവീദ് പറയുന്നത്, ഞാൻ എങ്ങനെയാ സ്തുതിക്കുന്നു ദൈവത്തെ? പാട്ടോടെ ദൈവത്തെ സ്തുതി. പാട്ടിന് ലാഘവത്തോടെ കാണുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. അത് ഭയങ്കര കുറ്റകരം. മനസ്സിലായില്ലേ? ആരാധന എന്ന് പറയുന്നത് സഭ എത്ര മണിക്കാണോ തീരുമാനിച്ചിട്ടുള്ള ആ സമയത്തിന് 2 മിനിറ്റെങ്കിലും മുമ്പേ, 5 മിനിറ്റ് മുമ്പേ വന്നാൽ സന്തോഷം. 2 മിനിറ്റെങ്കിലും മുമ്പേ വന്ന് പാഠപുസ്തകങ്ങളുണ്ടോ ഇതെല്ലാം ക്രമീകരിച്ച് പാട്ടോടെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. നമ്മൾ ലേഖനത്തിൽ കണ്ടു, ആത്മാവ് നിറഞ്ഞവരായി. മനസ്സിലായല്ലോ? ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധാത്മാവാണ് നമ്മുടെ എല്ലാവരെയും നിയന്ത്രിക്കുന്നത്. ഇവിടെ ഒരു അധ്യക്ഷനല്ലേ ഇവിടെ നിയന്ത്രിക്കുന്നത്. പിന്നെ പാട്ട് പഠിക്കുന്നതല്ലാണ്. അങ്ങനെയല്ല, പരിശുദ്ധാത്മാവാണ് നിയന്ത്രിക്കുന്നത്. ആത്മാവിനാൽ നിറയുക പറഞ്ഞാൽ
പരിശുദ്ധാത്മാവ് നമുക്കെന്തോ പാടി ഇതിന് പാട്ട് പറയാൻ വേണ്ടി ഞങ്ങൾ വിളിക്കാതിരിക്കുകയും അങ്ങനെ പറയാറുണ്ട്. അത് പരിശുദ്ധാത്മാവിനെ നിയന്ത്രിച്ച് ചെയ്യുന്നതല്ല. ഏതൊരു രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഏതൊരു കൊച്ചു സഹോദരൻ പറഞ്ഞാലും ആ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കുക. ആ സഹോദരന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവാണ് ഈ പാട്ട് പാടാൻ വേണ്ടി പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ശ്രദ്ധിക്കേണ്ടത് പാട്ടോടുകൂടെ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ സ്തുതിക്കുന്ന പാട്ടുകളായിരിക്കണം പാടേണ്ടത് ആരാധന സമയത്ത്. അത് മറന്നുപോകും. ആ ആരാധന സമയത്ത് എന്റെ ദൈവം ആ പാട്ടില് പാടേണ്ടത്. ആരാധനയ്ക്ക് ദൈവത്തിന് സ്തുതി അർപ്പിക്കുക. ആരാധന എന്ന് പറയുന്നത് എന്താ? ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുക. ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുക. നമ്മള് അവിടെ നിങ്ങോട്ട് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയല്ല. അവിടെ എന്താണ്? ദൈവത്തിനെ അങ്ങോട്ട് കൊടുക്കുക. നമുക്കറിയാം യേശു കർത്താവ് മനുഷ്യനായിട്ട് ജനിച്ചപ്പോൾ ആ കുഞ്ഞായിരുന്ന സമയത്ത് കിഴക്ക് നിന്ന് വിദ്വാൻമാര് വന്നു. കിഴക്കുന്ന വിദ്വാൻമാരെന്ന് പറഞ്ഞാൽ ആരാന്ന് അറിയാമോ? വിദ്വാൻമാരെന്ന് പറഞ്ഞാൽ മാനശാസ്ത്രജ്ഞന്മാർ. APJ അബ്ദുൽ കലാമിനേക്കാളും തലക്കനമുള്ള ബുദ്ധിവൈഭവമുള്ള മാനശാസ്ത്രജ്ഞന്മാർ. കാരണം ആകാശത്തിന് ഒരു നക്ഷത്രം കണ്ടു. അത് ആ ദൈവത്തിന്റെ അവന്റെ നക്ഷത്രമായിട്ട് ഞങ്ങൾ കണ്ട. അതുകൊണ്ടാ ഇവർ ഈ മാനശാസ്ത്രജ്ഞന്മാർ വന്നത്. ഇല്ല പാവപ്പെട്ടവിടെ വന്ന് പാപ്പണി പോകുന്നവരുമാണ്. മനസ്സിലായില്ലേ? മാനശാസ്ത്രജ്ഞന്മാര് അവർ വന്നപ്പോൾ എന്തെന്നറിയാമോ? കയ്യിൽ വീശിയൊന്നുമില്ല. അവരൊന്നും എന്തൊക്കെ കർത്താവിന്റെ മുമ്പിൽ കാഴ്ചവെക്കാനുണ്ടായിരുന്നു. എന്താ കൊണ്ടുവന്നത്? മൂര്, പൊന്ന്, കുന്തിരിക്കം. ഇതിനെല്ലാം ആത്മീയാർത്ഥമുണ്ട്. യേശു കർത്താവിന്റെ ദൈവത്വം അവിടുന്ന് പുരോഹിതനാണ്, അവിടുന്ന് പ്രവാചകനാണ്. രാജാവ് യേശു കർത്താവ് ഞാൻ ദൈവമാണ്, അപ്പോൾ തന്നെ അവിടുന്ന് രാജാവാണ്, അവിടുന്ന് പ്രവാചകനാണ്, അവിടുന്ന് പുരോഹിതനാണ്. ഈ വസ്തുതയാണ് മൗനമായിട്ട് പറയും. അവരെന്ത് ചെയ്യുന്നറിയുമോ? കർത്താവിന്റെ തൃപ്പാദത്തിൽ കൊണ്ട് വച്ചിട്ട് 2 അരിവാഷി പറഞ്ഞിട്ട് അങ്ങനെയാണോ പറയുന്നത്? പിന്നെ ചെയ്തു വീട് നമസ്കരിച്ചു. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ പറഞ്ഞു. എന്താ നമസ്കരിക്കുക? എന്താ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റിത്തടം നിലത്ത് മുട്ടുക, അതാണ് നമസ്കരിക്കുക. അവരെന്ത് ചെയ്തു? വീണ്ടും നമസ്കരിച്ചു. സ്വർഗത്തിലെ ആരാധനയിലും എന്താ ചെയ്ത? 24 മൂപ്പന്മാരും 4 ജീവികളും അവരുടെ കിരീടങ്ങളെ കർത്താവിന്റെ പാദത്തിലിട്ട് വീണ്ടും നമസ്കരിച്ചു. നോക്കുക, ഇതാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പൊ സങ്കീർത്തനങ്ങളും പാട്ടിലൂടെ സ്തുതിക്കാന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്ന പാട്ടുകൾ. നമ്മൾ സാധാരണ നമ്മൾ പാടുന്ന പാട്ടുകൾ എന്താണ്? യേശുനാഥ നിൻ കൃപയ്ക്കായി സ്തോത്രമെന്നേക്കും നാശമായേനായൊരെന്നിൽ ജീവനരുളാൻ നിന്റെ ജീവരസം. നമുക്ക് എത്ര മനോഹരമായി യേശു കർത്താവേ അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രമെന്നേക്കും. വളരെ ശാന്തമായിട്ട് കർത്താവിനെ സ്തുതിക്കുന്ന മനോഹരമായ ആത്മീയ ഗീതങ്ങൾ പാടുക. പിന്നെന്താ? സങ്കീർത്തനം വായിക്കുക. പിന്നെന്താ? സ്തോത്രം ചെയ്യുക, സ്തുതിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ സ്തുതിയും സ്തോത്രം രണ്ടാണ്. അതറിയാലോ? സ്തുതിയും സ്തോത്രം രണ്ടാണോ ഒന്നാണ്? മനസ്സിലായോ? അത് മറന്നുപോയത്. സ്തുതി വേറെ, സ്തോത്രം വേറെ. സ്തുതി എന്ന് പറഞ്ഞാൽ ദൈവം മഹോന്നതനാകിയാൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സ്തുതിക്കും. ദൈവമേ അവിടുന്ന് രാജാവാകിയാൽ ഞാൻ അങ്ങേ സ്തുതിക്കും. അങ്ങ് ആദിമന്തമില്ലാത്ത ദൈവമാകിയാൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് സർവശക്തനായ ദൈവമാകിയാൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് സർവ്വവ്യാപിയായ ദൈവമാകിയാൽ ഞാൻ അങ്ങേ സ്തുതിക്കും. ദൈവത്തിന്റെ ആ മഹത്വങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? സ്തുതിക്കും. പിന്നെ ദൈവമേ എന്നെ അവിടുന്ന് വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം. പാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചതിനായിട്ട് സ്തോത്രം. ഞാൻ നരകത്തിൽ നിന്ന് ഓടിയായിരുന്നു, എന്നെ അവിടെ വീണ്ടെടുത്തതിനായിട്ട് സ്തോത്രം. മനസ്സിലായോ? അപ്പൊ സ്തുതിയും സ്തോത്രം പറഞ്ഞു. ഇത് ഒരാള് പറയുമ്പോൾ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം? അതിരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ ഒരു സഹോദരൻ സ്തോത്രം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യണം. മറ്റൊരു കാര്യം, വചനങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? പ്രബോധനം. അതാണ് ധ്യാന ചിന്ത പറയും. പ്രസംഗമല്ല, പ്രബോധനമല്ല, അത് ധ്യാന ചിന്ത പറയും. തമ്മിൽ പ്രബോധിപ്പിക്കും. യേശു കർത്താവ് നമുക്ക് വേണ്ടി ശരിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ തിരുവനന്തപുരത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു, പങ്കെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആരാധനയുടെ 2ാമത്തെ ഭാഗം നമ്മൾ അത്രയും സമയം ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? പരസ്യം പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. ഈ സ്തുതി സ്തോത്രം മാത്രമല്ല, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു സ്തുതി
സ്തോത്രവും പിന്നെ അടുത്തൊരു വാക്കുകൂടെ ഉണ്ട്. സ്തുതിയും സ്തോത്രവും ബഹുമാനവും അടുത്തൊരു വാക്ക് ശക്തി, അടുത്തൊരു വാക്ക് ധനം. മനസ്സിലായി? നമ്മുടെ സ്തോത്ര കാഴ്ച അതാണ് സ്തോത്ര കാഴ്ച. അത് നമ്മുടെ സ്തുതി സ്തോത്രം മാത്രമല്ല ദൈവത്തിന് കൊടുക്കേണ്ടത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മയിൽ നിന്നൊരു പങ്ക്, അത് ദശാംശമല്ല, അതിൽ കൂടുതൽ കൊടുക്കണം. മനസ്സിലായി? നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് നോക്കിക്കോണം. സ്തോത്ര കാഴ്ച ചോദിക്കുന്നത് ഏത് നോട്ടിലാണ് കൂടുതലുള്ളത്? മനസ്സിലായല്ലോ? അതൊന്നും ഓർക്കണം. ഏത് നോട്ടായിരിക്കും കൂടുതലുള്ളത്? മാക്സിമം പഴയതും അഴിക്കലും പിന്നെ നോട്ടിന്റെ ഗണത്തിൽ ഏറ്റവും താഴ്ത്ത ആള്. അതെത്രയാണ് ഞാൻ പറയുന്നത്? നോട്ടിന്റെ ഗണത്തിൽ ഏറ്റവും താഴ്ത്ത ആള് ഏതാ? അതുകൊണ്ട് ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. പച്ച നോട്ടായിരിക്കും. പച്ച നോട്ട് ഏതായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ ഇനി നാളെ എന്നെ ഏറ്റവും പച്ച നോട്ട് അതാണ് നമ്മൾ സ്തോത്ര കാഴ്ച. അത് പാടില്ല. ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ബഹുമാനവും ധനവും സ്വീകരിപ്പാൻ ഈ ധനം എവിടെ കിട്ടിയേ? ധനം എവിടെ കിട്ടിയത്? നമുക്കുള്ള ധനം ദൈവം തന്നു. അതുകൊണ്ട് ഞാൻ ദാവീദ് പറഞ്ഞു, അങ്ങ് ഞാൻ എന്തൊന്നുമില്ല, അങ്ങ് എനിക്ക് തന്നു, ഞാൻ അങ്ങയിൽ നിന്ന് വാങ്ങി അങ്ങേക്ക് വേണ്ടി. മനസ്സിലായാലും? അത് കഴിഞ്ഞിട്ട് നമ്മൾ വചനം കേൾക്കാൻ വേണ്ടി ദൈവവചനം കേൾക്കാൻ ഇത്രയും സമയം ദൈവത്തിന് നമ്മൾ അങ്ങോട്ട് അർപ്പിക്കുകയായിരുന്നു. ഇനി ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് ദൈവപാതത്തിൽ നിന്ന് വചനം കേട്ട് അവസാനം പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞ് എത്ര മനോഹരമായ നമുക്ക് ആരാധനയും ദൈവവചനത്തിൽ നിന്ന്. ഇനി പഴയ നിയമത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ പറയുന്നത് സ്പീഡായിട്ട് പോകണേ. ഈ പഴയ നിയമത്തിൽ ആർക്ക് മാത്രമേ ആരാധിക്കാൻ അവകാശമുള്ളായിരുന്നു? പുരോഹിതന്മാരെ മാത്രം. ആ പുരോഹിതന്മാർ ഏത് ഗണത്തിൽപ്പെട്ടവരാ? ലേവി ഗോത്രക്കാർ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പുരോഹിതനാകാം. മനസ്സിലായി? വേറൊരു ഗോത്രത്തിൽപ്പെട്ടവർ എനിക്ക് പുരോഹിതനാകാൻ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് അതായിട്ട് നമുക്ക് പാടില്ല. ലേവി ഗോത്രക്കാരനായിരിക്കണം. പിന്നെ അവൻ പരിച്ഛേദനയായിരിക്കണം. അതാണ് പഴയ നിയമത്തിലെ പുരോഹിതൻ. ഒന്ന് പരിച്ഛേദനയായിരിക്കണം. പിന്നെ സഹോദരന്മാരെ ആണുങ്ങൾ മാത്രമായിരിക്കും. സഹോദരിമാരൊക്കെ എന്തിനറിയാമോ? എനിക്ക് വേണം സംഭരണം. നമ്മുടെ കാഴ്ചക്കാരിൽ എന്റെ പേരാണ് ഇരിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ വീട്ടിലെ ഗ്രഹനാഥ ഞാനാണ്, അതുകൊണ്ട് ഇവിടെ പുരോഹിതയാകണം. അങ്ങനെ ഒന്നും അവകാശമില്ല പഴയ നിയമം. എന്നാൽ പുതിയ നിയമത്തിലോ? പുതിയ നിയമത്തിൽ നോക്കുക, ബൈബിളിൽ നിന്ന് വായിക്കാൻ തരും. അതുകൊണ്ട് പറഞ്ഞിട്ട് പോകണം. അപ്പൊ 1 പത്രോസ് 2:9. 1 പത്രോസ് 2:9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചതിന്റെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും ജാതിക പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായിരുന്നു. നിങ്ങൾ നോക്കുക, ഇവിടെ വായിക്കുമ്പോൾ നമ്മൾ നേരത്തെ എവിടെയായിരുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങളോ അന്ധകാരത്തിലായിരുന്നു. അന്ധകാരത്തിൽ നിന്നൊക്കെ അവിടെ കൊണ്ടുവന്നു പ്രകാശത്തിലല്ലേ? എന്താണ്? അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ ആരെയാക്കി മാറ്റിയെന്ന് അറിയാമോ? അവിടെ വായിക്കുന്നത് അവിടുത്തെ നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജാവാക്ക് രാജകീയ. പഴയ നിയമത്തിൽ ആർക്കും എത്രയും പുരോഹിതരാകാൻ പറ്റണം? ലേവ്യർക്ക് മാത്രമേ ഉള്ളൂ. അത് ആർക്ക് മാത്രമേ? ആ പുരുഷന്മാർ മാത്രമേ. അത് പരിച്ഛേദനയുടെ കുറെ നിയമങ്ങളാണ്. എന്നാൽ ഈ ദൈവസഭയിൽ അംഗമാകുന്ന നമ്മളെല്ലാവരും ആരാണ്? ഇവിടെ വ്യത്യാസമില്ല. അതുകൊണ്ട് നമുക്ക് ആരാധിക്കാൻ പറ്റും. പഴയ നിയമത്തിൽ ഇതെല്ലാം കൊണ്ട് കൊടുക്കണം. ജാതം അർപ്പണം കൊണ്ടുവന്നിട്ട് ഇന്നത്തെ ഒരു ദിവസം ഞാൻ കഴിഞ്ഞ 43 വർഷമായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു, ഇന്നത്തെ ഞാൻ ജാതം അർപ്പിക്കാം എന്ന് പറഞ്ഞാൽ പാടില്ല. പുരോഹിതന് കൊടുക്കുക, ആരാധനയെ കണ്ടുകൊണ്ട് കൊടുക്കുക. നിങ്ങൾ നമ്മൾ കണ്ടിട്ട് പോകുകയാണ്, നമ്മൾ ആരാധിച്ചിട്ട് പോകും. നമ്മൾ വന്നതിന് വേണ്ടി ആരാധന കാണാൻ വേണ്ടിയില്ല. നിങ്ങളറിയാം, കത്തോലിക്കരെ നിങ്ങൾ ഇത് ചോദിച്ചാൽ പറയും നിങ്ങൾ ആരാധന കാണാൻ വേണ്ടി പോയി. അങ്ങനെ പറയും. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. കത്തോലിക്കരോട് പറയുന്നത് അവർ പറയുന്നത് നിങ്ങൾ ആരാധന കാണാൻ വേണ്ടി, അവർ കാണാൻ വേണ്ടി പോകുന്നു. നമ്മളെ കാണാൻ വേണ്ടി പോകുന്നവരെ വേണ്ടി പോകുന്നവരെ ആരാധിക്കും. മനസ്സിലായില്ല? നമ്മൾ ആരാധിക്കാൻ വേണ്ടി വന്നു. ആരാധന കാണാൻ വേണ്ടി, ആരാധനയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒന്നുമില്ല. നമ്മൾ ആരാധിക്കുന്നു പറയാം. മറ്റൊരു വാക്യം കൂടെ നിങ്ങൾ നോക്കുക. ഇതിന്റെ ഇപ്പൊ വായിച്ച പുസ്തകം 2:9 വായിച്ച. 5 കൂടെ വായിച്ചേ. നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയതരമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി കഴിപ്പാൻ തക്ക. ഇന്ന് ചെവിയൊന്നും ഇല്ലാതെ വീട്ടിൽ പോകേണ്ടി വരും. വായിക്കുന്നത്
ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് നമ്മളെ എന്ത് ചെയ്യുന്നു? പണിയപ്പെടുന്നു. നമ്മളെല്ലാവരും വിശുദ്ധ പുരോഹിത രക്ഷിക്കപ്പെട്ടപ്പോൾ ആരായി മാറി? ആരാക്കി? നമ്മളെ ദൈവമക്കളാക്കിയപ്പോൾ തന്നെ നമ്മളെ വിശുദ്ധ പുരോഹിത വർഗവും കൂടെ ആക്കി. രണ്ട് കാര്യം ചെയ്യാം. ഒന്ന്, ദൈവത്തെ കൂടെ വായിക്കുന്ന ആത്മീയ യാഗം അർപ്പിക്കാൻ. പഴയ നിയമത്തിലുള്ളത് ആത്മീയ യാഗമായിരുന്നു കാള, ആട്, പ്രാവ്. മനസ്സിലായില്ലേ? ഇന്ന് കാളയും ആടും പിന്നെ എന്താ മതി? ആത്മീയ യാഗം. ആത്മീയ യാഗം എന്താണ്? ആത്മീയ യാഗം എന്താണ്? ഒരു വാക്യം കൂടെ നോക്കുക. സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ നോക്കുക. സ്തോത്രയാഗം. സ്തോത്രയാഗം അപ്പൊ ഇബ്രാഹിം ലേഖനം 13:15. ഇബ്രാഹിം ലേഖനം 13:15. അതുകൊണ്ട് യേശുക്രിസ്തു, അത് ശരിക്കും വായിക്കേണ്ട എങ്ങനെയാണ്? അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം നാം, ഞങ്ങളെന്നല്ല, പിന്നെ എന്താണ് നാം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? സഹോദരന്മാർ മാത്രമല്ല, പിന്നെ രക്ഷിക്കപ്പെട്ട സഹോദരന്മാരുൾപ്പെടെ നാം അതുകൊണ്ട് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് അവിടുത്തെ നാമത്തെ ഏറ്റുപറയുന്ന ആദരഫലം എന്ന സ്തോത്രയാഗം. ആത്മീയ യാഗം എന്ന് പറഞ്ഞാൽ എന്ത് യാഗമാണ്? സ്തോത്രയാഗം. സ്തോത്രം അർപ്പിക്കുമ്പോൾ അത് നമ്മൾ ചിന്തിച്ചിട്ട് വേണം സ്തോത്രം. ചിലർ അപ്പോസ്തലൻ സ്തോത്രം ചെയ്തൊക്കെ പഠിച്ചാൽ മനസ്സിലാവും. ചിലർ സാക്ഷ്യം പറയുന്ന പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ പണ്ട് മദ്യപാനിയായിരുന്നു, സ്തോത്രം സ്തോത്രം സ്തോത്രം. മദ്യപാനിയായതുകൊണ്ട് നിങ്ങൾ കേട്ടതാണ്. സ്തോത്രം പറയണമെന്ന് എന്തിനു പോലും അറിയില്ല. ഞാൻ മദ്യപാനിയായിരുന്നതുകൊണ്ടാ സ്തോത്രം. ദൈവം ഞാൻ മദ്യപാനിയായിരുന്നു, എന്നെ കർത്താവ് രക്ഷിക്കപ്പെടാൻ ഇതുപോലെ രക്ഷിക്കപ്പെടാത്ത ദൈവം പറയുന്നത്. ഞാൻ പണ്ട് മദ്യപാനിയായിരുന്നു, എന്നെ ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് അങ്ങനെ അവിടെ ആ സ്തോത്രം പറയുന്നത്, അസ്ഥാനത്ത് സ്തോത്രം പറയുന്നത്. നമ്മളൊരു പാട്ടുപാടുണ്ടല്ലോ, ചേറ്റിലല്ലയോ കിടന്നതോർത്തു നോക്കിയാൽ മാറ്റമല്ലയോ ഭവിച്ചതെൻ ജീവിതം, മാറ്റിയല്ലോ എൻ ജീവിതത്തെ മാറ്റമില്ലാത്തതന്റെ കൃപയാ. ഞാൻ ചേറ്റിൽ കിടന്നതുകൊണ്ടല്ല സ്തോത്രം, എന്റെ ചേറ്റിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? വിളിച്ചു വേർതിരിച്ച് ഈ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ പുരോഹിത വർഗമാക്കി. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. എങ്ങനെയാ ആരാധിക്കുന്നത്? ആത്മീയയാകും. ആത്മീയയാകും എന്ന് പറയുന്നത് അവിടുത്തെ യേശുക്രിസ്തു മുഖാന്തരം പിതാവിനെയാണ്, യേശുക്രിസ്തുവിൽ കൂടെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. നമുക്ക് നേരത്തെ ആരാധിക്കുന്നത് യേശുക്രിസ്തു മുഖാന്തരം. അതാണ് നമ്മൾ സ്തോത്രയാഗം അർപ്പിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അർപ്പിക്കുന്നു, പിതാവെ സ്വീകരിക്കണം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നേരിട്ടല്ല, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിനെ യാഗമാക്കി. അപ്പൊ ആരാധനയിൽ ഉണ്ടായിരിക്കേണ്ട സവിശേഷത. ഇനി പെട്ടെന്ന് ഞാനൊന്നും പറയുന്നില്ല, ഒരു 5 മിനിറ്റ് എടുത്തോട്ടെ. ദൈവവചനത്തെ ലംഘിച്ചാലുള്ള ശിക്ഷ. ദൈവവചന പ്രകാരം കർത്താവിനെ ആരാധിക്കാതെ എന്റെ ഇഷ്ടത്തിന് ഞാൻ ആരാധിച്ചു. ശരിക്കും ദൈവവചനം തന്നിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദൈവവചനം, ഈ ബൈബിൾ. ഇത് ദൈവവചനം. കോടിക്കണക്കിന് ലോകത്തിൽ കോടിക്കണക്കിന് പുസ്തകങ്ങളുള്ള ദൈവവചനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒറ്റ പുസ്തകമുള്ളത് ബൈബിളാണ്. ഇത് ദൈവത്തിന്റെ വചനം. ഇത് മനുഷ്യകാരെ വേണ്ടിയല്ല. ദൈവം തന്റെ ദാസന്മാരിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, ദൈവത്തെ കുറിച്ച് അറിയാൻ വേണ്ടി, നമ്മൾ മനസ്സിലാക്കാൻ, ഈ ആത്മീയ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് തന്നതാണ്. മനസ്സിലായില്ലേ? ഇതിനെ ലംഘിക്കാൻ പാടില്ല. ഞാൻ വേഗം ഒരു ഉദാഹരണം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഇപ്പം നമുക്കിപ്പോ ഒരു വീട് വെക്കണമെന്ന് വിചാരിക്കും. ഒരു വീട് വെക്കണം. എനിക്ക് 5 സെന്റ് വസ്തുവുണ്ട്, എന്റെ 2 ലക്ഷം രൂപ നമുക്ക് വിചാരിക്കും. 2 ലക്ഷം രൂപ കൊണ്ട് വീട് വയ്ക്കാൻ പറ്റുന്നത് നമുക്കറിയാം. പക്ഷെ എന്റെ ഉള്ളത് എത്ര ഉള്ളൂ? 2 ലക്ഷം രൂപ. ഞാൻ ഇത് ഒരു എഞ്ചിനീയറായിട്ട് കാണിക്കും. എനിക്ക് 2 സെന്റ് 3 സെന്റ് വസ്തുവുണ്ട് എന്റെ കയ്യിൽ, അല്ലെങ്കിൽ എനിക്ക് 5 സെന്റ് വസ്തുവുണ്ട്, എനിക്ക് 2 ലക്ഷം രൂപ, എനിക്കൊരു വീട്. അദ്ദേഹം ചെയ്യുന്നറിയുമ്പോൾ ആ 2 ലക്ഷം രൂപയ്ക്ക് ഉൾപ്പെടുന്ന നിലയിൽ ഒരു പ്ലാൻ തരും. 2 ലക്ഷം രൂപയാണ് എനിക്ക് വാർത്ത എല്ലാം വേണമെന്ന് പറഞ്ഞാൽ പറ്റുള്ളൂ. 2 ലക്ഷം രൂപ. അതുകൊണ്ട് നമുക്ക് പറ്റുന്നത് അല്ലെങ്കിൽ അപ്പുറത്ത് കാണാമെങ്കിലും സമയത്ത് മേശോടത്തിന് എനിക്ക് ലാഭമെന്ന് പ്രശ്നം ഉണ്ടാകും.
അവിടെ വെട്ടിയ പിറ്റെടുത്ത് നമുക്ക് വീടില്ല കൂടിയില്ല. നമ്മളെ കൊണ്ട് പറ്റുമെങ്കിലും ചെയ്യാം. കർത്താവിനെ പറഞ്ഞു നിങ്ങൾ വീട് വയ്ക്കാൻ പോകുന്നതിനൂടെ ഇന്ന് ആലോചിക്കണം ഏതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത വീട്ടില് ഒരാൾ വാർത്തത്തിന് പറയുന്നത് ഞാൻ ചാടിക്കാരി ചെയ്യരുത്. മാക്സിമം നല്ലതാണ്. നല്ല വീട് ആഗ്രഹിക്കുക, ഉണ്ടെങ്കിലും ചെയ്യുക. പോട്ടെ, നമ്മുടെ എന്താ വിഷയം അതല്ല. അപ്പൊ ഈ പ്ലാൻ വരയ്ക്കുന്നു. ഈ എഞ്ചിനീയറെ കൊടുത്തു, എനിക്ക് 5 സെന്റ് വസ്തുവിന്റെ 2 ലക്ഷം രൂപയുണ്ട്, എനിക്കൊരു വീട്. അദ്ദേഹം ഈ 2 ലക്ഷം രൂപയ്ക്ക് കണക്കാക്കി വീട് പ്ലാൻ വരച്ച് ഈ പ്ലാൻ കൊണ്ടുവന്ന് പഞ്ചായത്തിൽ കൊടുക്കും. പഞ്ചായത്തിൽ നിന്ന് അവർ പെർമിഷൻ തരും. നിങ്ങൾ വെച്ചോ, ഇത് ഈ കുഴപ്പമില്ല, വെച്ചോ. കാരണം ഈ ഇതില് ഇന്നടത്താണ് അതിന് ഫ്രണ്ട് റോഡാണെങ്കിൽ റോഡിന്റെ അവിടെ നിന്ന് ഇത്ര മീറ്റർ മാറ്റി, ബാക്കിൽ അതിൽ നിന്ന് ഇത്ര മാറ്റി, അപ്പുറത്ത് അതിൽ നിന്ന് ഇത്ര മാറ്റി, ഇതെല്ലാം ഈ പ്ലാനിൽ കാണിച്ചിരിക്കും. ഇതനുസരിച്ച് നമ്മളിന് ഈ പ്ലാൻ പെർമിഷൻ കിട്ടിയാൽ ആ പ്ലാൻ കൊണ്ടുവന്ന് ഒരു മേസ്ത്രിയുടെ കയ്യിൽ കൊടുക്കും. മേസ്ത്രിക്ക് കാരണം പറയാം ഇതാണ് സംഭവിക്കുന്നത്, എവിടേക്കാണ് വേണ്ടത്, കിഴക്കാണ് അതിന്റെ സിറ്റൗട്ട് എവിടെയാണ് പറയുന്നത്, അത് പ്ലാനിൽ പറഞ്ഞിരിക്കും. കിഴക്ക് ഏത് ഭാഗത്താണ്, കിഴക്ക് എങ്ങനെ മനസ്സിലാക്കുന്നു, സൂര്യോദിക്കുന്ന എവിടെയാണ്. അപ്പൊ അത് നോക്കിയാൽ മതി കിഴക്കാൻ പിടിക്കും. അപ്പൊ ഇത് വടക്ക് കിഴക്ക്, അത് സിറ്റൗട്ട് എവിടെയാണ്, പിന്നെ ബെഡ്റൂം വരേണ്ടത് എവിടെയാണ്, കിച്ചൺ വരേണ്ടത്, ഇതെല്ലാം ഇതിനകത്ത് എഴുതി വരും. മനസ്സിലായില്ലേ? ആ പ്ലാൻ ഞാൻ മേശക്കാണെന്ന് ചോദിക്കുക, ആ പ്ലാൻ വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ ഈ പ്ലാനിന് കിഴക്കാണ് സിറ്റൗട്ട് ഇരിക്കുന്നതിന് ഉദാഹരണം പറയുന്നത്, ഞാൻ എടുത്ത് അപ്പുറത്ത് വെച്ചാൽ ഈ ഇതിന്റെ ഉടമസ്ഥം തന്നെ ചെയ്യും. ഞാൻ മേശക്കാണ്, ഈ പ്ലാനിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിന് ഞാൻ ചേഞ്ച് ചെയ്താൽ, ഞാൻ മാറ്റിയാൽ ഇതിന്റെ ഉടമസ്ഥം എന്നെ ചെയ്യും. നോക്കാൻ ഈ ചെവിയെ തൂക്കി എടുത്ത് ദൂരെ എറിയും. മനസ്സിലായി? ശമ്പളം കൊടുത്തിട്ട് പൈസ കൊടുക്കും, ആകെ 2 കാരണം പാലത്തിന് വേണ്ടി 2 ലക്ഷം രൂപ കൊടുക്കും. ഇതിനെ തെറ്റിച്ച് വെച്ചാൽ മനസ്സിലായില്ല. അങ്ങനെ തെറ്റിച്ചാൽ പിന്നെ പഞ്ചായത്തിൽ നിന്ന് നമ്പർ കിട്ടത്തില്ല, കറണ്ട് കിട്ടത്തില്ല, വെള്ളം കിട്ടത്തില്ല, ഒന്നും കിട്ടും. ഈ പെർമിഷൻ തരുന്ന അനുസരിച്ച് വെച്ചാലേ ഇത് കിട്ടുള്ളൂ. വെള്ളവും കറണ്ടും ഒക്കെ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം വെച്ച് ഇത് ഞങ്ങൾ പെർമിഷൻ തന്ന രീതിയിൽ വെച്ചിട്ട് ആ പഞ്ചായത്ത് തരാൻ പറ്റും. മനസ്സിലായി? അപ്പൊ ആത്മീയ ജീവിതത്തിന് ദൈവവചനം നമ്മൾ എങ്ങനെ ആത്മീയ ജീവിതം കർത്താവിനെ ആരാധിക്കണം, സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ, ഇതിനു വേണ്ടി എല്ലാത്തിനുള്ള ഒരു പ്ലാനാണ് ദൈവം വരച്ചെന്ന പ്ലാൻ. ഇതിനെ ലംഘിക്കാൻ അവകാശം 1-2 വേദഭാഗം വേഗം എന്ന് വായിച്ചാൽ 119 സങ്കീർത്തനം എന്തിനു വേണ്ടിയാണ് ഈ വചനം തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗം വായിച്ചാൽ നേരത്തെ പോകാം, ഇല്ലെങ്കിൽ താമസിക്കും. 119 സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. ഒരിക്കലും കൂടെ വായിക്കണം, എല്ലാവരും കേൾക്കണം. തെറ്റിച്ചോണ്ടല്ല, ഇത് കറക്റ്റാ. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. 119 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദൈവമേ അങ്ങയുടെ പ്രമാണങ്ങളെ എനിക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ആചരിക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നല്ല. പിന്നെ എന്താണ് എന്ത് വാക്കാ ഉപയോഗിക്കുന്നത്? കൃത്യമായിട്ട് ആചരിക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എത്ര മാറ്റാം അതിനകത്ത്? എത്ര കാര്യങ്ങൾ മാറ്റാം? കൃത്യമായിട്ട് ആചരിക്കാൻ വേണ്ടിയാണ് തന്നിരിക്കുന്നത് പറഞ്ഞാൽ എത്ര കാര്യങ്ങൾ നമുക്ക് മാറ്റാം? ഒരിക്കലും മാറ്റാൻ പാടില്ല. മനസ്സിലായല്ലോ? കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി വചനം ഒന്നുമില്ല. നമ്മൾ ഇന്നയാണ്, നമ്മള് ഇതാണ് മുന്നോട്ട് പോകുന്നത്. നോ, അതിന് അവകാശമില്ല. കൃത്യമായിട്ട് ആചരിക്കുക. മറ്റു വേദഭാഗം നോക്കുക, സദൃശവാക്യം 30-ന്റെ 36-ാമത്തെ വാക്യം. അവന്റെ വചനങ്ങളോട് നീ ഉൾപ്പെടുത്തുക, അവൻ വിസ്തരിച്ചിട്ട് നീ കള്ളനാകാൻ ഇടവരരുത്. അതുകൊണ്ട് വായിക്കുന്നത് നോക്കുക 36. അവിടുത്തെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവിടെ നിന്ന് നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാവാ. ഈ വിസ്തരിക്കുന്ന വാക്ക് എവിടെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? വിസ്തരിക്കുക എന്ന് പറഞ്ഞ വാക്ക് എവിടെ? കോടതിയിൽ. നോക്കുക, ദൈവത്തിന്റെ നീതിപീഠത്തിൽ ദൈവത്തിന്റെ കോടതിയിൽ ദൈവം നീതി ചെയ്യും. അതുകൊണ്ട് വായിക്കുന്നത് അവിടുത്തെ വചനങ്ങളോട് നിങ്ങളൊന്നും കൂട്ടരുത്, അവിടുന്ന് നിങ്ങളെ വിസ്തരിച്ചിട്ട്. അങ്ങനെയാണോ? നിങ്ങളെ വിസ്തരിച്ചിട്ടുണ്ടാണോ? നിന്നെ വിസ്തരിച്ചിട്ടുണ്ടാണോ? അപ്പൊ നിങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? എല്ലാവരും. ഇത് അങ്ങനെയല്ല, എല്ലാവരും കൂടെ ഒരുമിച്ചാണ് വിസ്തരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യണം? ഓരോരുത്തരെ വിളിച്ചിങ്ങോട്ട് കൊടുക്കും. എന്നിട്ട് ദൈവം വിസ്തരിക്കും. എന്തിനാ എങ്ങനെ തെറ്റിക്കാന്ന് ചെയ്യും? അതൊന്നും എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. വചനത്തിനോട് കൂട്ടിയെ കുറയ്ക്കും. ഇവിടെ വായിക്കുന്നത് അവിടുത്തെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് അടുത്ത റിസൾട്ട് എന്താ? നീ ഇതിനകത്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ അവന്റെ പേരെന്താണ്? പേര് മാറ്റി. എന്ത് പേരാണ്? കള്ളനും സൗകര്യം തുടങ്ങി. മനസ്സിലായല്ലോ?
വിഭാഗക്കാർക്ക് സ്വർഗത്തിലെ എത്ര ശതമാനം സംവരണമുള്ള ഇന്ന ഏരിയ ഇസ്രായേൽ മക്കൾക്കും ഇസ്രായേൽ ഗോത്രദേശങ്ങൾക്കും പറഞ്ഞാൽ സ്വർഗത്തിൽ ഈ പറയുന്ന ആൾക്കാർക്ക് ഇത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നു. അപ്പോ ഈ പറഞ്ഞ വിഭാഗക്കാർക്ക് കുറെ ദൂരം കൊടുത്തിട്ടുണ്ടോ? ഗോശൻ ദേശം കൊടുത്തു മനസ്സിലായില്ല. കള്ളനും കള്ളിമാർക്ക് ഇരിക്കുന്ന സ്ഥലമാണോ സ്വർഗം? അവിടെ ഒരു പരിപാടിയില്ല. അതുകൊണ്ടാണ് വചനം നമ്മൾ വചനത്തെ ഭയപ്പെടുന്നത്. ദൈവം പറയുന്നത് എന്റെ വചനത്തിന്റെ മുമ്പാകെ വിറയ്ക്കുകയും എന്റെ വചനത്തിന്റെ മുമ്പാകെ വിറയ്ക്കുക. വചനം ഇത് ദൈവവചനമാണ്. ഇരുവചനമുള്ള ആളായത്. ഇതിനെ കോട്ടാനും കുറയ്ക്കാൻ അവകാശമില്ല. ഇത് കൃത്യമായിട്ട് ആചരിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് തന്നത്. ഒന്നിനുള്ള വേദവാക്യങ്ങൾ പെട്ടെന്ന് നോക്കിയേ. ലേവ്യ പുസ്തകം 22-ന്റെ 9 നോക്കുക. ലേവ്യ 22-ന്റെ 9. ലേവ്യ 22-ന്റെ 9. ഞാൻ യഹോവയാകുന്നു, ആകയാൽ അവർ എന്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുകയും അതിനാൽ മരിക്കുകയും ചെയ്യാതിരിക്കാൻ അവ പ്രമാണിക്കണം. ദൈവം പറയുകയാണ്, ആകയാൽ അവർ എന്റെ പ്രമാണങ്ങളെ, ദൈവവചനം ആരുടേതാണിത്? ദൈവം എന്റെ പ്രമാണങ്ങളെ അർത്ഥമാക്കെ എന്തായിരുന്നു? 9 നിസ്സാരമാക്കുക. അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. ആരാധനയിൽ ഇച്ചിരി പാട്ടോടെ ദൈവത്തിൽ ഇത്തിരി താമസിക്കുക കുഴപ്പമൊന്നും. ഒരു പരിമാസം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു സഭായോഗം ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? ബൈബിൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ചിലർ ചെയ്യുന്ന പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്, കൽപ്പനയാണ്. ഇന്നത്തെ തന്നെ ഇന്ന് ഒരു ദിവസത്തിൽ ഇന്നൊരു കല്യാണത്തിന് വേണ്ടി ഇന്ന് പാടില്ല. ഇവിടെ വായിക്കുന്നത് വചനത്തെ നിസ്സാരമാക്കാൻ പാടില്ല. വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു അത് എങ്ങനെ ആചരിക്കണമെന്ന് നമ്മൾ നേരത്തെ കണ്ടത്. കൃത്യമായിട്ട് നിസ്സാരമായിട്ട് കാണരുത്, കൃത്യമായിട്ട് ആചരിക്കണം. ആരാധന ചിലർ പറയും ഞാൻ ആരാധിക്കും, അത്ര കൃത്യമായിട്ട് പറഞ്ഞതോ ബാക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ നമ്മളതാണ്, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അവരുടെ രക്ഷിക്കപ്പെട്ടതാണ്. മനസ്സിലായല്ലോ? ഇത് ദൈവവചനത്തെ നിസ്സാരമാക്കി, അർത്ഥമാക്കി നിങ്ങൾ നോക്കി, നിസ്സാരമാക്കി എന്റെ പ്രമാണങ്ങളെ നിസ്സാരമാക്കി തങ്ങളുടെ മേൽ പാപം വരുത്തുക. ഈ വിശ്വാസികൾ എന്ത് ചെയ്യാണ്? പാപം അവരുടെ മേൽ വരുത്തുക. പാപം വരുത്തുക. ഇത് രക്ഷ നഷ്ടപ്പെടുന്ന കാര്യമല്ല. രക്ഷ നഷ്ടപ്പെടത്തില്ല. പിന്നെ എന്ത് ചെയ്യും? പാപം വരുത്തുകയും അതിനാൽ മരിക്കും. നമ്മുടെ കർത്തമേശയോടുള്ള ബന്ധത്തിൽ ഒരു വാക്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ കർത്താവിന്റെ രക്തവും ശരീരവും സംബന്ധിച്ച് കുറ്റക്കാരൻ. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും അർത്ഥമാക്കരുത്, നിദ്ര കൊള്ളുകയും. അതെവിടെ കർത്താവ് പറഞ്ഞ്? ഇവിടെ നിദ്ര എന്നല്ല പറഞ്ഞു. ഇതിനെന്താണ്? വിശ്വാസികളുടെ മരണത്തെ നിദ്ര എന്നാണ്. മരിക്കും. നമ്മളെല്ലാവരും ജീവിച്ചിരിക്കണം. നമ്മൾ ജീവിച്ചിരിക്കണം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ ജീവിച്ചിരുന്നാൽ എന്റെ ഭർത്താവിന് ഗുണം, എന്റെ ഭാര്യയ്ക്ക് ഗുണം. നാം ജീവിച്ചിരുന്നാൽ നമ്മുടെ മക്കൾക്ക് ഗുണം, നമ്മൾ ജീവിച്ചിരുന്നാൽ കൊച്ചുമക്കൾക്ക് ഗുണം. മനസ്സിലായാലും ജീവിക്കാൻ വേണ്ടിയാ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ജീവിക്കണം, പരമാവധി ജീവിക്കണം. മനസ്സിലായാലും 70 ആയാൽ 80 കഴിഞ്ഞു പോകാൻ ദൈവത്തിന് കഴിയും. അച്ഛനാവിന് 102. മനസ്സിലായില്ലേ? അതുവരെ കൊണ്ടുപോകാൻ ദൈവത്തിന് കഴിയും. ജീവിച്ചിരിക്കണം. ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. ഇതിന് ഗുണമിത്തം കഴിച്ചാൽ നീ പോകാൻ നമുക്ക് അറിയിക്കാൻ മനസ്സിലായ ഗുണമിത്തം കഴിച്ചാൽ നീ പാടരുത്, നീ നമുക്ക് വിളിക്കും എന്ന് ദൈവം വിളിക്കും. ഇത് രക്ഷ നഷ്ടപ്പെടുന്ന കാര്യമല്ല. മനസ്സിലായാലും നിങ്ങൾക്കറിയാമോ? ഇതിന് സമയം കഴിയും. ബൈബിളിൽ നിരവധി പേര് ദൈവവചനം ലംഘിച്ച് ധാരാളം പേർക്ക് ദോഷങ്ങളുണ്ടായിരുന്നു. ആ വാക്യങ്ങൾ വായിച്ചിട്ട് പോയാൽ മതിയോ? നിങ്ങൾ നോക്കിയേ, ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 10 നോക്കി. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് നടുവെ പിളർന്ന് ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ച്
വായിക്കൂ. പക്ഷികളെയോ സമയം പക്ഷികളെയോ ഓടിക്കൊണ്ടിരിക്കണം. അവൻ പിളർന്നില്ല. ആ ഉടലുകളിൽ മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ വായിച്ചു നോക്കി. അവൻ അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയോ പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവെ പിളർന്നു ഭാഗങ്ങളെ നേർക്കു നേരെ വെച്ചു. പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഉടലുകളിൽ ദൈവം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? 3 വയസ്സുള്ള ഒരു പശുക്കിടാവ്, കോലാട്ടുകൊറ്റൻ, ഒരു പക്ഷി, ഒരു കുറുമ്പ്രാവ്, ഇതിനെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? ഒത്ത നടുവെ പിളർക്കുക. പിന്നെ അബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? അയ്യോ പാവം, പക്ഷി എന്ത് ചെയ്തില്ല. അവിടെ വായിച്ചത് പക്ഷി എന്ത് ചെയ്തില്ല. 10ാമത്തെ വാക്യം, ഇവയൊക്കെ അവൻ കൊണ്ടുവന്നു ഒത്ത നടുവെ പിളർന്നു പക്ഷികളെ എന്ത് ചെയ്തില്ല. എന്നാൽ ഒരു കൊച്ചു കിളിയെ പിടിച്ചു അതിനകത്തിരിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. സംഭവിച്ചെന്ന് അറിയാമോ? നിങ്ങൾ അതിന്റെ 13ാമത്തെ വാക്യം നോക്കുക. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു. ആ ദേശക്കാരെ സേവിച്ചു. നോക്കുക, അനുസരണക്കേടിന്റെ ഫലം അവരുടെ മക്കൾ എന്ത് ചെയ്തു? അനുഭവിച്ചു. എത്ര വർഷം? 400 വർഷം. ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ അടിമകളാകാൻ കാരണം എന്തെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. വചനം അനുസരിച്ചില്ലെങ്കിലുള്ള ദൈവം പറഞ്ഞു ഇതിനെ വളർക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ദൈവം എനിക്ക് അത് മാത്രമല്ല പാവത്തിന് എന്ത് ചെയ്യണം? വളർക്കണം തോന്നിയില്ല. നോ, അതിന്റെ ഫലം അദ്ദേഹം ചെയ്തതിന്റെ ഫലം ആരാണ് അനുഭവിച്ചത്? മക്കൾ. നമ്മൾ വചനത്തെ ലംഘിച്ചാൽ ഇതിന്റെ ശിക്ഷ ആരും കൂടെ അനുഭവിക്കേണ്ടി വരും. മക്കളും മക്കളുടെ മേൽ, തലമുറകളിൽ മേൽ നാശം നമ്മൾ വെക്കുക. മനസ്സിലായത്? മറ്റൊരു വ്യക്തിയെ കൂടെ നോക്കുക. മറ്റൊരു വ്യക്തിയെ മോശയുടെ കാര്യം നോക്കുക. സംഖ്യാപുസ്തകം 20:12. വേറെ ഒരു വാക്യം വായിക്കേണ്ടതായിരുന്നു. പുറപ്പാട് 17:6 വായിക്കേണ്ടതായിരുന്നു. അതുകൂടെ ഒന്നാണെങ്കിൽ എഴുതുന്നവർക്ക് വേണ്ടി പുറപ്പാട് 17:6, സംഖ്യ 20:12, 24 വായിക്കും. ഇപ്പൊ സംഖ്യ വായിച്ചോ. പിന്നെ യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണെ എന്നെ ശുദ്ധീകരിപ്പാൻ തക്കോണം എന്നെ വിശ്വസിക്കാതെ ഇരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ നിന്ന് കനാനാട്ടിലേക്ക് പോവുകയാണ്. ഒരിക്കൽ പ്രഭാത 17:6 അവർക്ക് വെള്ളമില്ല. വെള്ളം എന്ത് ചെയ്തു? ദൈവം പറഞ്ഞു, ഞാൻ ഈ പാറയിൽ നിൽക്കാൻ ആ പാറയെ എന്നിട്ട് അറിയിക്കുന്ന വടികൊണ്ട് അടിക്കാൻ പറഞ്ഞു. 17:6 പുറപ്പാട് 17:6, സംഖ്യ 20:10 മുതൽ വായിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും. 20 മുതൽ വായിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പം ഞാൻ വേഗം പറഞ്ഞു കേൾക്കട്ടെ. ദൈവം പറഞ്ഞു പാറയെ അടിക്കാൻ പറഞ്ഞു. മോശ അടിച്ചു, വെള്ളം പുറപ്പെട്ടു. സംഭവിച്ചതെന്ന് അറിയാമോ? അവർക്ക് കുറിച്ച് ദൈവത്തിന് സ്വാതന്ത്ര്യം. ചില വർഷങ്ങൾ കഴിഞ്ഞു, അവർക്ക് അന്നും ഇതേപോലെ വെള്ളമില്ല. ദൈവം പറഞ്ഞു, ഞാൻ ഈ പാറയിൽ നിൽക്കുന്ന ഈ പടിയുമായിട്ട് അവിടെ നിന്ന് പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. മോശം എന്ത് ചെയ്തു? നോക്കുക, ഒരു പാറയിൽ കമ്പ്യൂട്ടർ എന്ത് കുഴപ്പം? മനസ്സിലായി? നിങ്ങൾ പറയും, നമ്മൾ ദൈവവചനത്തെ ഒരു നിസ്സാരമായിട്ട് കാണരുത്. കഴിഞ്ഞ പുസ്തകങ്ങൾ വായിച്ചതാണ്. ഒരു പാറയിൽ ഒരു അടി കൊടുത്തത് അവിടെ നിന്ന് ചെറുക്കനെ പിടിച്ച് അടിച്ചല്ല, അല്ലെങ്കിൽ വേറെ ആളുടെ ദേഹത്തിൽ അടി കൊണ്ടായില്ല, പാറയിൽ അടിച്ചു. പക്ഷെ ദൈവം പറഞ്ഞു പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു, ഈ പാറയെ അടിച്ചു. അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? ഈ മോശയും അഹരോനും എന്ത് കാണാൻ പറ്റിയില്ല? കനാൻ നാട്ടിൽ പോകാൻ പറ്റില്ല. കണ്ടു. നമ്മൾ 40-ാം അധ്യായം, പ്രഭാഷണ 40-ാം അധ്യായം വായിച്ചാൽ ദൈവം ആ ഉടമ്പടിയുടെ മുകളിൽ വന്നിട്ട് പറഞ്ഞു, കനാൻ നാട് കണ്ടോളാം, നീ അവിടെ പോകുന്നില്ല. കാര്യം എന്താ അറിയാമോ? ഈ ഒരു ചെറിയ ഭാവം. മനസ്സിലായില്ല? ഇനിയുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം വായിച്ചാൽ മനസ്സിലാകും. 13-ന്റെ 9, 15-ന്റെ 15 വായിച്ചാൽ വേണം എഴുതുന്നവർക്ക് വേണ്ടി. 1 ദിനവൃത്താന്തം 13, 1 ദിനവൃത്താന്തം 13-ന്റെ 9, 15-ന്റെ 15. ഇത് വായിക്കേണ്ടതാണ്. നമ്മുടെ സമയം തീർന്നുകൊണ്ട് ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ 5 മാസം. ഓക്കെ, അവിടെ സംഭവിച്ച ആ സംഭവം ഞാൻ പറയാം. യഹോവയുടെ പെട്ടകം ഓബേദേദോമിന്റെ വീട്ടിലിരുന്നു. ദാവീദിനെ ദൈവം രാജാവാക്കി. 40 വർഷമാണ് രാജഭരണം. അദ്ദേഹത്തിന് വലിയ കൊട്ടാരവും വലിയ
എല്ലാവരും ഒക്കെയായി. അപ്പൊ ദാവീദിന്റെ ഒരു ചിന്ത, ഞാനൊരു ആട്ടിടയ ചെറുക്കനായിരുന്നു, എന്നെ ദൈവം ഇത്രമാത്രം ഉയർത്തി, ഞാൻ ഈ നന്മയിൽ ഞാൻ എന്റെ ഉള്ളൂ എന്ത് നന്മയുള്ളത് എന്ന് പറഞ്ഞിട്ട് ദാവീദിന് ഇതറിയാമോ, യഹോവയുടെ അഭിനയിക്കാൻ പാടില്ല, ഈ സിയോനിലേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ട് ഓബേദെദോമിന്റെ വീട്ടിൽ നിന്ന് ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി ഈ പെട്ടകത്തെ വണ്ടിയിൽ വെച്ച് ഒരു പുതിയ കാളയൊക്കെ വെച്ച് എന്തിനറിയാമോ ഇങ്ങോട്ട് കുറെ ഇങ്ങ് വന്നപ്പോൾ ഈ കാള ഒന്നും ചെയ്തു വരണ്ടപ്പോ ഈ പെട്ടകാന്ന് ഈ മോളെവിടെ കണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് കാലമായിട്ട് നമ്മൾ നീ പതിനൊക്കെ ചെയ്യണം നീ അവളെ ഇല്ലാതിരിക്കാൻ വേണ്ടി മനുഷ്യനാണ് നീ അതേ ഇതും ചെയ്തോളൂ. ഉസ്സ എന്തെന്നറിയാമോ, അതിൽ ഇത് അല്ലെങ്കിൽ ഇപ്പൊ നന്ദി ചില വെള്ളത്തിൽ യഹോവയുടെ പെട്ടകം നമ്മൾ പഠിക്കുന്നുണ്ട് സമാധാനം. അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ഉപകരണമാണ്. പ്രവാസനവും പെട്ടകമായിട്ട് ഇതൊന്നും പറഞ്ഞു പോയി. ഉസ്സ കയറിയെന്ന് വിളിച്ചു. അപ്പൊ തന്നെ വിളിച്ചു. ദാവീദ് ഭയങ്കര സ്വന്തമായിട്ട് വന്നതാണ് എന്ന് പറയും. ദാവീദ് ഈ സഹോദരന്റെ ഭാര്യയോട് ചെന്നെന്ന് പറയും. ദാവീദ് അവരെ വിളിച്ചോളൂ. ആ സഹോദരി എന്തായി മാറി? വിധവയായി. ഈ സഹോദരിയോട് ഈ ദാവീദിനെ ചെന്ന് വിളിച്ചോളൂ. അവിടെ വായിക്കുന്നത് ദാവീദിന് വളരെ വിഷമമായി. എന്താ കാര്യം? തൊട്ട് താഴെ നിങ്ങൾ വായിച്ചാൽ മതി. 15 ഇപ്പൊ വായിക്കണം. 15 പറഞ്ഞു, നമ്മള് മോശയുടെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമല്ല ചെയ്തത്. ഇത് കണ്ണീര് കൊണ്ടുവരാനുള്ളതല്ല. നമ്മളത് പഠിക്കും സമാധാനം കൊണ്ടുവരാൻ. അതിന്റെ പുറത്ത് ഒരു വക്കം പിന്നീട് മറ്റേ കുട്ടികത്തിലെ കാതുള്ളത് കുട്ടികൾ തൂക്കിയെടുക്കാൻ അതുപോലെ ഒരു ഇതുണ്ട്. അതിൽ കൂടെ ഒരു കമ്പിട്ട് പുരോഹിതന്മാർ മാത്രമേ തോളെടുക്കാം. ഇത് തെറ്റിയ മരണം. ഇനി അഹരോന് 5 മാമ്പളരുണ്ടായിരുന്നു. അതിൽ 2 പേരും ചെയ്യുന്നറിയാമോ, യഹോവയുടെ യാഗപീഠത്തിൽ അന്യാഗ്നി കൊണ്ട് ഇത്തിരി കല്ലിലും ഉണ്ടെന്ന് ഇത്തിരി കത്തിയാ പോയി. മനസ്സിലായില്ലേ? പണ്ടൊക്കെ തീപ്പണി വാങ്ങിയ സമയത്ത് അതിനൊക്കെ വീടുകളിൽ അല്ലേ കല്ലിൽ ഒരു ചേട്ട തൊഴില വാങ്ങിക്കൊണ്ടൊന്നും വിടണമെന്നും ഊതിയാണ് നമ്മള് കത്തിക്കുന്നത്. കാരണം അവിടെ നിന്ന് തീപ്പണി വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് അടുത്ത വീട്ടിൽ ചെന്ന് കനല് വാങ്ങി, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരോട് മാത്രം മനസ്സിലാവുന്ന അറിഞ്ഞൂടെ, അടുത്ത വീട്ടിൽ കത്തിക്കുന്ന വീട്ടിൽ ചെന്ന് കനല് കൊണ്ട് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ ആ കനലൊക്കെ ആണെങ്കിൽ കരിക്കട്ടെ ഇപ്പൊ ചകല കാണുള്ളൂ. അതിന് ഊതി 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 ആണ് തീ പിടിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നത്. മനസ്സിലല്ലേ? അതുപോലെ കഞ്ഞി വെച്ചാൽ പറയാം. അതിനിപ്പോ തീപ്പെട്ടി എന്നെ കൊണ്ടുവച്ച് കളിക്കണം. അപ്പൊ കനലായാലും മതി, അപ്പൊ തിരിച്ചു കൊടുക്കണ്ട. മനസ്സിലല്ലേ? അങ്ങനെ നമ്മൾ കൊണ്ട് നടന്നിട്ടുണ്ട്. ഇവിടെ യഹോവയുടെ ന്യായപീഠത്തിൽ ഈ അഹരോന്റെ 2 പിള്ളേർ മനസ്സിലായാലും അവര് തനിയോടന്മാരെ കല്യാണം കഴിഞ്ഞു. പക്ഷെ മക്കളില്ലേ? അന്യ ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങിയില്ല. അപ്പൊ മരിച്ചു. ഇപ്പൊ കിടക്കുന്നു കഴിഞ്ഞ്. ഇതാര് അവര് ആരാണെന്ന് തിരിച്ചറിയാൻ വയ്യാതെ 2 പ്രതിശരി. ഇത് ചേട്ടനാണ് അന്യനാണെന്ന് അറിയില്ല. ഇതെല്ലാം കരിഞ്ഞെന്ന് പോയി. എന്താ കുഴപ്പം? ദൈവം പറഞ്ഞു ഇത് അങ്ങനെ ചെയ്യരുത്. ഇത് ദൈവമാണ് കത്തിക്കാൻ. ഇതിൽ നിന്ന് ഇത് അന്യ അഗ്നിയിൽ കത്തിക്കാൻ പറഞ്ഞു. ബാക്കിയുള്ളവരുണ്ടായിരുന്നു. ഞാനിപ്പോ നമ്മുടെ സമയത്ത് അതുകൊണ്ട് തിരുവചനത്തിൽ വായിക്കും, യഹോവയെ ഭയപ്പെട്ട് അവിടുത്തെ വഴികളിൽ നടക്കുന്ന ഏവനും അല്ലാത്തവൻ നിർഭാഗ്യവാൻ. ഭാഗ്യവാന്റെ മറച്ചിട്ടാവും. മനസ്സിലായില്ലേ? യഹോവയെ ഭയപ്പെട്ട് അവിടുത്തെ വഴികളിൽ രക്ഷിക്കപ്പെട്ടവനാണോ? ആരെ ഭയപ്പെടണം? ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മനസ്സിലായില്ലേ? ഈ വചനം രക്ഷിക്കപ്പെട്ടവരുടെ ഹൃദയത്തില് രക്ഷിക്കപ്പെടാത്തവരുടെ രീതിയിലെല്ലാം അവിടെ ചെന്നു അവർ മാത്രം അറിയിച്ചു നമ്മൾ അറിയിക്കുന്നതിനെ അങ്ങനെ തോന്നും. പക്ഷെ വചനം കാണണമെന്നില്ല. ദാവീദിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ തിരുവചനത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ പിശാച് യേശു കർത്താവിന്റെ തേജസ്സുള്ള സുവിശേഷം അവിശ്വാസികളുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കാതിരിക്കണം. അവരുടെ കണ്ണുകളെ ചെയ്തു. പിന്നെ വേറെ പഠിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ പ്രസംഗമുണ്ട്. കണ്ണുകളെ മനസ്സിലാവും. ദൈവവചനത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടത് ദൈവവചനം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ സാധിക്കാം. ദൈവം എല്ലാവർക്കുമായിട്ട് നൽകിയ ഒരു ദാനമുണ്ട്. അത് അവിടുത്തെ പുത്രൻ. ആ പുത്രനെ സ്വീകരിച്ചവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു ദാനമുണ്ട്. എന്താണ്? ആ പരിശുദ്ധാത്മാവിൽ ഉള്ളവർക്കാണ് ഇതുവരെ മനസ്സിലാവും. ഇല്ലാത്തത് പറഞ്ഞ് ഈ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ല. മനസ്സിൽ സാധാരണ ഒരു പ്രസംഗം പോലെ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഭയപ്പെടാം. ഇനി ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞങ്ങളെല്ലാം കേട്ടതുകൊണ്ട് പ്രസംഗിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച ദൈവസ്ഥിതി നമുക്ക് നമ്മളെ തന്നെ
തിരുശരീരം സമർപ്പിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ കൈപ്പെട്ട ജീവിക്കുക എന്നെയും നമ്മൾ ഓരോരുത്തരെയും ഈ ക്ലാസ് മുഖാന്തരം കർത്താവ് സഹായിക്കട്ടെ. ദൈവം നമ്മളെ പത്യാവചനം